Hello, good afternoon all. Hello. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, Good ma'am. afternoon. Happy Teachers Happy Day. Teachers Day, ma'am. Happy Teachers Day, ma'am. Okay, thank you everyone. Happy Teachers Day, ma'am. അപ്പോൾ നമുക്ക് ഇന്ന് ഓപ്പറേഷൻ തിയേറ്റർ അല്ലെ നമ്മള് പുതിയൊരു ടോപ്പിക് എടുക്കാമെന്ന് പറയായിരുന്നു. എല്ലാവരും മെസ്സേജ് അയക്കുന്നുണ്ട്. എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ്. അപ്പോ നമുക്ക് എന്താണ് ഓപ്പറേഷൻ തിയേറ്റർ? ടുഡേ നമ്മുടെ ക്ലാസ് ഓപ്പറേഷൻ തിയേറ്ററുമായി ബന്ധപ്പെട്ടുന്ന എല്ലാവരുടെയും കയ്യിൽ PDF ഉണ്ടെങ്കിൽ എടുക്കാം. ഓപ്പറേഷൻ തിയേറ്റർ നമുക്ക് ക്ലാസ് തുടങ്ങാല്ലേ. കഴിഞ്ഞ ക്ലാസ്സുകൾ രണ്ടും മനസ്സിലായി, വലിയ കുഴപ്പമില്ലാതെയൊക്കെ നിങ്ങൾക്ക് ഹിസ്റ്ററി ഓഫ് കമ്പ്യൂട്ടറും ഇൻട്രൊഡക്ഷൻ കിട്ടിക്കാണുമല്ലോ. ഓപ്പറേഷൻ തിയേറ്റർ ഒരു സിമ്പിൾ ചാപ്റ്റർ ആണ്. നമുക്കറിയാം എല്ലാവരും തന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ആരെങ്കിലും കേട്ടിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ പഠിക്കാനായിട്ട് എളുപ്പമാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. എന്റെ നെയിം സോളി, SOLY, സോളി എന്നാണ് എന്റെ പേര്. ഓക്കെ, അപ്പോ നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? അവിടുത്തെ കാണുന്നില്ല എന്ന് പറയുന്നു. ആർക്ക് വിസിബിൾ അല്ലേ? കാണാൻ പറ്റുന്നില്ല. എനിവേ നിങ്ങൾക്ക് വോയിസ് കേൾക്കാൻ പറ്റുമായിരിക്കും അല്ലെ? വോയിസ് ക്ലിയർ അല്ലേ? ഓക്കെ, ഉണ്ട് പറയണ്ടോ. അപ്പൊ നമുക്ക് എന്താണ് നമ്മുടെ ക്ലാസ്സിൽ ഓപ്പറേഷൻ തിയേറ്റർ ആണ്. ഓപ്പറേഷൻ തിയേറ്ററിൽ എന്താ സ്പെഷ്യൽ നമുക്കറിയാം. നമ്മൾ അത്യാവശ്യം കുറച്ച് പേരെങ്കിലും ഓപ്പറേഷൻ തിയേറ്ററിൽ കയറിയിട്ടുണ്ടാവും. അപ്പൊ അവിടുത്തെ ആ റൂമിന്റെ സൗകര്യങ്ങൾ അല്ലെങ്കിൽ അവിടെ എന്താണ് പ്രിപ്പറേഷൻസ് ഒക്കെ ഉള്ളത്, ഡോക്ടേഴ്സ് ആരൊക്കെയാണ് അവിടെ പ്രധാനമായിട്ടും ഓപ്പറേഷന് ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉണ്ടാവുക, മെഷീൻസ് ഒക്കെ എന്തെങ്കിലും കീപ്പ് ചെയ്യേണ്ടതുണ്ടോ, ആ റൂം എങ്ങനെ വെൽ ക്ലീൻഡ് ആയിട്ടാണോ യൂസ് ചെയ്യേണ്ടത്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിപ്പിക്കുന്നത്. നമുക്ക് അത് അറിഞ്ഞിരിക്കുന്ന മേഖലയായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്ക് തുടങ്ങാം. An operation theatre introduction എന്ന് പറയുന്നത് നോക്കാം. An operation theatre is a place where certain intrusive surgical procedures, which means operations that involve cutting into and working inside a patient's body take place. അതായത് നല്ല ക്ലിയർ ഔട്ട് ആയിട്ട് എന്താ പറയുക, പച്ച മലയാളത്തിൽ എന്ന് പറഞ്ഞ മാതിരി അങ്ങനെ വർണ്ണിച്ചേക്കാണ് എന്താ ഓപ്പറേഷൻ തിയേറ്ററിൽ എന്താ നടക്കുന്നത്. ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത് ഇൻട്രസീവ് സർജിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും സർജിക്കലായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. നുഴഞ്ഞു കയറ്റുക എന്നാണ് ഇൻട്രസീവിന്റെ മീനിങ്. അപ്പൊ അതെല്ലാം ആ വസ്തുക്കളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വിച്ച് മീൻ ഓപ്പറേഷൻ കട്ടിങ്, എന്തെങ്കിലുമൊക്കെ വയ്യാതെ ഇരിക്കുന്ന ഭാഗങ്ങളെല്ലാം അല്ലെങ്കിൽ കേടി വന്നിരിക്കുന്ന അല്ലെങ്കിൽ അണുക്കൾ ബാധിച്ചിരിക്കുന്ന ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് മാറ്റി തുന്നി യോജിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമുക്കറിയാം ചില അതായത് കുട്ടികളുടെ സിസേറിയനൊക്കെ നടക്കുന്നത് കുട്ടികളൊക്കെ എടുത്ത് ആ ഭാഗം ക്ലിയർ ഔട്ട് ചെയ്ത് തുന്നി യോജിപ്പിക്കുന്ന ആ പ്രക്രിയ കട്ടിങ് ഇൻടു ആൻഡ് വർക്കിംഗ് ഇൻസൈഡ് എ പേഷ്യൻസ് ബോഡി ടേക്ക് പ്ലേസ്. അതിന്റെ ഉള്ളിലെ ആ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് ഇത് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഓപ്പറേഷൻ തിയേറ്റർ ഇസ് എ പ്ലേസ്, ഒരു പ്ലേസ് ആണ്. ഇൻക്ലൂസീവ് സർജിക്കൽ പ്രൊസീജിയർ അല്ലെ, സർജിക്കൽ ആയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ഒരു പ്ലേസ് ആണ്. വിച്ച് മീൻസ് അതായത് അതിൽ പറയുന്നത് എന്താണ്? ഓപ്പറേഷൻ ദാറ്റ് ഇൻവോൾവ് കട്ടിങ് ഇൻടു ആൻഡ് വർക്കിംഗ് ഇൻസൈഡ് എ പേഷ്യൻസ് ബോഡി ടേക്ക് പ്ലേസ്. അവിടെ പേഷ്യൻസിനെ എന്താ തിയേറ്ററിൽ കയറ്റി അതിൽ എന്താ നമുക്കറിയാം എന്താ ചെയ്യുന്നത്, പ്രധാനമായിട്ടും എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ബാധിച്ച മേഖലകളെല്ലാം കട്ട് ചെയ്ത് അത് റിമൂവ് ചെയ്ത് ആ ഭാഗം പിന്നിക്കെട്ടി നമ്മളുടെ ബോഡിയെ എന്താണ് നമ്മുടെ ഹെൽത്തി ബോഡിയേക്ക് മാറ്റുന്ന ഒരു പ്രവർത്തനമാണ് അവിടെ ചെയ്യുന്നത്. This may contain either minimally invasive procedures such as keyhole surgery, where cameras and a laparoscope are inserted through small incisions, or open surgery where surgeons make larger cuts to reach the internal organs. എന്താ അതിൽ പറയുന്നത്? അതായത് നമുക്ക് നോക്കാം എന്താണ് അതിലെ പറഞ്ഞത്. എന്താണ് പ്രധാനമായിട്ടും സർജറി അല്ലെ, നമ്മളെ അറിയാം പണ്ടത്തെ മാതിരത്തെ ഓപ്പൺ സർജറി മാത്രമല്ല നടക്കുന്നത്. എന്താണ് അതില് വളരെ
ചെറിയ എന്താ പറയുക വേറെ തരത്തിലുള്ള സർജറീസ് ഉണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന പേരുകളൊക്കെ തന്നെയാണ്. എന്താണ് ആരെങ്കിലൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് എന്തൊക്കെ സർജറികളാണ് നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് അവൈലബിൾ ആയിട്ടുള്ള സർജറികൾ, ഓപ്പൺ സർജറി അല്ലാതെ തന്നെ ആർക്കെങ്കിലും ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? കീഹോൾ സർജറി ഉണ്ട്, റോബോട്ട് അസിസ്റ്റ്. ഓക്കെ, കീഹോൾ സർജറി ഉണ്ട്, റോബോട്ട് അസിസ്റ്റഡ് സർജറി ഉണ്ട്. അങ്ങനെ അപ്പോ അത്തരത്തിലായിട്ട് പുതിയ പുതിയ ടെക്നിക്ക്. ഓക്കെ, അപ്പോ നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള സർജറീസ് ഒക്കെ ഈ കാലഘട്ടത്തിലുണ്ട്. അപ്പൊ അതിൽ 2-3 സർജറികളെ കുറിച്ചും ഈ ഭാഗത്ത് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പൊ അതിലെന്താ പറയുന്നത്? ഏത് മിനിമലി ഇൻവസീവ് പ്രൊസീജിയർ. ഇൻവസീവ് പ്രൊസീജിയർ എന്നുള്ള എന്തിന്റെങ്കിലും കടന്നാക്രമണത്തോട് കൂടിയിട്ടാണെന്നുള്ള മീനിങ് ആണ് അവിടെ പറയുന്നത്. അതായത് നമുക്കറിയാം കീറി മുറിച്ച് അല്ലെ, ഓപ്പറേഷൻ എന്ന് പറയുന്ന ഒരു മുറിവ് വരുത്തിയതിനു ശേഷമാണ് നമുക്ക് അതിലെ കേടുപാടുകളൊക്കെ നീക്കം ചെയ്യാനൊക്കെ സാധിക്കുള്ളൂ. അപ്പൊ ഇൻവസീവ് പ്രൊസീജിയർ സച്ച് ആസ് കീഹോൾ സർജറി, എന്തെങ്കിലും അത്തരത്തിലെ കടന്നാക്രമിച്ച ശരീരത്തിലേക്ക് എന്തെങ്കിലും ഡിവൈസുകൾ ഉപയോഗിച്ചിട്ട് അവിടെ മുറിവ് വരുത്തിയതിനു ശേഷമാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇൻവസീവ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. കടന്നാക്രമണം നടത്തിയിട്ടാണ് ഈ പ്രൊസീജിയർ നടത്തുന്നത് എന്ന് പറയുന്നത്. സച്ചാസ് ഏതൊക്കെ രീതിയിലുള്ളത്? കീഹോൾ സർജറി. കീഹോൾ സർജറിയിൽ എന്താ ചെയ്തത്? ക്യാമറാസ് ആൻഡ് ലാപ്രോസ്കോപ്പ്. ഡിഫിക്കൽറ്റ് മലയാളം വേർഡ്സ് എന്ന് പറയുമ്പോ മനസ്സിലാവുന്നില്ല. ദിസ് മേ കണ്ടെയ്ൻ ഇത് മിനിമലി ഇൻവേസീവ്. ഞാൻ പറയുന്നുണ്ട് സിമ്പിൾ മലയാളം. നോക്കാം. എന്തായാലും ഇതിലെ മലയാളം ലാംഗ്വേജ് തന്നെയാണ് ഞാൻ പ്രധാനമായിട്ടും യൂസ് ചെയ്തത്. നിങ്ങൾക്ക് മനസ്സിലാവുന്ന തരത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു. എനിവേ എന്തെങ്കിലും മാറ്റാൻ എന്തെങ്കിലും ഇത്തിരി കൂടി എന്താ പറയുന്നത് സാധാരണ രീതിയിൽ പറയാം. നോക്കാം. ദിസ് മേ കണ്ടെയ്ൻ ഇത് മിനിമലി ഇൻവസീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു അതിന്റെ ആ ഒരു എക്യുപ്മെന്റ്സിന്റെ അല്ലെങ്കിൽ ആ ഡിവൈസിന്റെ അതായത് ഉപകരണത്തിന്റെ ഉപയോഗം കൊണ്ടാണ് ഈ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ പ്രവർത്തനം നടത്തുന്നത്. ഏത് ഓപ്പറേഷൻ പോലെയുള്ള പ്രവർത്തനം നടത്തുന്നത്. സച്ചാസ് കീഹോൾ സർജറി. അതില് ഒന്നാണ് എന്ത് കീഹോൾ സർജറി. ഈ കീഹോൾ സർജറിയിൽ എന്താ ചെയ്യുന്നത്? ക്യാമറാസ് ആൻഡ് ലാപ്രോസ്കോപ്പ് ആർ ഇൻസേർട്ടഡ് ത്രൂ സ്മോൾ ഇൻസിഷൻസ്. ഇൻസിഷൻസ് എന്ന് വെച്ചാൽ ചെറിയ, സ്മോൾ ഇൻസിഷൻസ് എന്ന് വെച്ചാൽ ചെറിയ മുറിവ്. ഇൻസിഷൻസ് എന്ന് വെച്ചാൽ മുറിവ്. അപ്പൊ സ്മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ മുറിവുകളോട് കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള സർജറി ചെയ്യുന്നത്. നമുക്കറിയാം ഓപ്പൺ സർജറി എന്ന് പറയുന്നത് കുറച്ച് കൂടുതൽ മുറിവാണ് ഉണ്ടാവുക. എന്താ ഓപ്പൺ സർജറിക്ക് എന്താ വ്യത്യാസം ഉണ്ടാവുക? അപ്പൊ ആ മുറിവ് ഭേദമാവാൻ കുറെ ടൈം എടുക്കും അല്ലെ. കീഹോൾ സർജറി ആവുമ്പോൾ ചെറിയ മുറിവാണ്. അപ്പൊ ചെറിയ മുറിവാകുമ്പോൾ ആ മുറിവ് ഉണങ്ങാനായിട്ട് അധികം സമയം, അതായത് അധികം റെസ്റ്റിന്റെ ആവശ്യകത വരുന്നില്ല. This may contain either minimally invasive procedure such as keyhole surgery, where cameras and laparoscope, അതായത് അതിലേക്ക് ഇവിടെയൊക്കെ ക്യാമറാസ് ഒക്കെ കടത്തി വിട്ടിട്ടാണ് അവിടുത്തെ ആ മാറ്റർ ഒക്കെ മനസ്സിലാക്കുന്നത് ഡോക്ടേഴ്സ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള ചെറിയ മുറിവുകളൊക്കെയാണ് അതിലൂടെ വരുന്നത്. ഓർ ഓപ്പൺ സർജറി വേറെ സർജൻസ് മേക്ക് ലാർജർ കട്ട്. നമുക്കറിയാം ഓപ്പൺ സർജറി എന്ന് പറയുമ്പോൾ എന്താണ്? വലിയ മുറിവാണ് ഉണ്ടാക്കുന്നത്. ടു റീച്ച് ദ ഇന്റേണൽ ഓർഗൻസ്, അതായത് ഇന്റേണൽ ഓർഗൻസിനെയൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഉള്ളിലുള്ള ഓർഗൻസിനെ, ഉള്ളിലുള്ള അവയവങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് വലിയ മുറിവുണ്ടാക്കിയിട്ട് ഓപ്പറേഷൻ പ്രവർത്തനം നടത്തുന്നതാണ് ഓപ്പൺ സർജറി. കീഹോൾ സർജറി എന്ന് പറഞ്ഞാൽ ചെറിയ മുറിവിലൂടെ തന്നെയാണ് ഈ ഇന്റേണൽ ആയിട്ടുള്ള പ്രവർത്തനം അല്ലെ, ഇന്റേണൽ ആയിട്ടുള്ള ഓർഗൻസിന്റെ ഒക്കെ എന്താണ് പ്രോബ്ലംസ് എന്നൊക്കെ അനലൈസ് ചെയ്യാനായിട്ട് മനസ്സിലാക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നത്. റോബോട്ട് അസിസ്റ്റഡ് സർജറി അലൗസ്. റോബോട്ട് അസിസ്റ്റഡ് സർജറിയിൽ എന്താ പ്രത്യേകത? സർജൻ ടു പെർഫോം സർട്ടൈൻ പ്രൊസീജിയേഴ്സ്. സർജന്മാര് കുറെ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതെങ്ങനെയാണ്? സ്മോൾ ഇൻസിഷൻസ്, നേരത്തെ പറഞ്ഞ മാത്രം തന്നെ ചെറിയ മുറിവുകളിലൂടെ തന്നെയാണ് ഈ സർജറിയും നടത്തുന്നത്. പക്ഷെ അവിടെയുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോബോട്ടിന്റെ കൂടി സഹായം നടത്തുന്നുണ്ട്. അതായത് ഡയഗ്നോസിസ്, ഡോക്ടേഴ്സ് തന്നെയാണ് രോഗനിർണയം. ഡയഗ്നോസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗനിർണയം. ഈ രോഗനിർണയം അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ്, അതുമായി ചികിത്സാ സമ്പ്രദായങ്ങളൊക്കെ നടത്തുന്നത് ആരാണ്? ഡോക്ടേഴ്സാണ്. ബട്ട് അതിനെ അസിസ്റ്റ് ഈ മുറിവുകൾ ഉണ്ടാക്കുക എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്? ഡിവൈസുകൾ, അതിനൊക്കെ ഉപകരണങ്ങൾ ആവശ്യമാണല്ലോ. അപ്പൊ അത്തരത്തിലുള്ള ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കാനായിട്ട് റോബോട്ടിന്റെ സഹായം കൂടി ഉപയോഗിക്കുന്നു. അതാണ് റോബോട്ട് അസിസ്റ്റഡ് സർജറി എന്ന് പറയുന്നത്. ഓക്കെ,
റോബോട്ട് അസിസ്റ്റഡ് സർജറി ഉണ്ട്, കീബോർഡ് സർജറി ഉണ്ട്. കീബോർഡ് സർജറിയിൽ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു, അതിന്റെ ആ ഒരു ചെറിയ ഹോളുകളിൽ കൂടി തന്നെയുള്ള വയറുകളെല്ലാം കടത്തി വിട്ടിട്ട് അവിടെ എന്താ പറയുക, പ്രധാനമായിട്ട് സ്റ്റൊമക്കൊക്കെയാണ്. അപ്പൊ അവിടെ എന്താണ് കാർബൺ കൊടുത്ത് കടത്തി വിട്ടിട്ട് എന്താണ് അത് വികസിപ്പിച്ചിട്ട് അതിന്റെ ഇന്റേണൽ പാർട്ടുകൾ ഇത് മനസ്സിലാക്കിയിട്ടൊക്കെയാണ് ഡോക്ടേഴ്സ് അവിടെ സർജറി ഒക്കെ നടത്തുന്നത്. അതായത് സർജറീസ് ഓപ്പറേഷനൊക്കെ വിധേയമാക്കുന്നത്. അപ്പൊ അതിലും ഇതിലും എന്താ റോബോട്ട് അസിസ്റ്റഡ് സർജറിയിലാണെങ്കിലും കീബോർഡ് സർജറിയിലാണെങ്കിലും വളരെ ചെറിയ സ്മോൾ ഇൻസിഷൻസ് ആണ് വരുത്തുന്നത്. ബട്ട് ഓപ്പൺ സർജറിയിലാണെങ്കിൽ വലിയ മുറിവുകളാണ് വരുത്തിയിട്ട് ഇത്തരത്തിലുള്ള ഓപ്പറേഷൻ പ്രവർത്തനങ്ങളെല്ലാം നടപ്പിലാക്കുന്നത്. ഓക്കെ, ഓപ്പറേഷൻ തിയേറ്റർ ഈസ് അതർവൈസ് നോൺ ആസ് ഓപ്പറേഷൻ റൂം. അതായത് ഓപ്പറേറ്റിംഗ് റൂമിനെ അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്ന മറ്റൊരു പേര് എന്ന് പറയുന്നത് ഓപ്പറേഷൻ റൂം എന്നാണ്. അപ്പൊ ഇതില് നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് എന്താണ്, ഓപ്പറേഷൻ തിയേറ്റർ അതായത് സർജിക്കൽ പ്രൊസീജിയർ നടത്തുന്ന പ്ലേസ് ആണ്. അതേപോലെ തന്നെ അവിടെ കട്ടിങ് അല്ലെ ചെറിയ ചെറിയ തുന്നലും അതേപോലെ തന്നെ മുറിക്കലൊക്കെ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ഒരു പ്ലേസ് ആണ്. പിന്നെ എന്താ പറയുന്നത്, അവിടെ വലിയ മുറിവുകളും ചെറിയ മുറിവുകളും ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികളൊക്കെയാണ് ഉള്ളത്. ഈ കാലഘട്ടത്തില് വ്യത്യസ്ത തരത്തിലുള്ള സർജറികളൊക്കെ നടക്കുന്നുണ്ട്. ഓപ്പൺ സർജറിയും കീബോർഡ് സർജറിയും റോബോട്ട് അസിസ്റ്റഡ് സർജറീസ് ഒക്കെയാണ് മെയിൻ ആയിട്ട് നടക്കുന്നത്. ഈ റോബോട്ട് അസിസ്റ്റഡ് സർജറിയിലും കീബോർഡ് സർജറിയിലും ഒക്കെ എന്താ പറയുക, ഇൻസിഷൻസ് വളരെ സ്മോൾ ഇൻസിഷൻസ്, ചെറിയ മുറിവുകളാണ് വരുത്തുന്നത്. അതേപോലെ തന്നെ ഓപ്പൺ സർജറി ആണെങ്കിൽ വലിയ മുറിവിലൂടെയാണ് ഡോക്ടേഴ്സ് ഇത്തരം പ്രവൃത്തികളൊക്കെ നടത്തുന്നത് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഡിസ്കസ് ചെയ്തു. ക്ലിയർ ആയോ? നമ്മൾ 2-3 പ്രാവശ്യം പറയുമ്പോഴൊക്കെ ആയിരിക്കും കേട്ടോ ചിലർക്ക് അത് എന്താ പറയാ ക്ലിയർ ആവുള്ളൂ. ഇതില് എന്താ പറയാ, നമ്മൾക്ക് മീനിങ് മനസ്സിലാവാത്ത വേർഡ്സ് ഞാൻ പൊതുവെ മലയാളത്തിൽ തന്നെ പറയുന്നതെന്നാണ് എന്റെ വിശ്വാസം. നിങ്ങൾക്ക് മനസ്സിലായി പോകുന്നില്ലേ? ചുരുക്കം ചിലര് ആയിരിക്കും, അതെനിക്ക് തോന്നണം പെട്ടെന്ന് നിങ്ങളെ എനിക്ക് തോന്നുന്നു ഇനിയും മനസ്സിലാവാത്ത ഒരു ക്ലാസ് റൂമിൽ കൂടി ക്ലിയർ ആണെന്ന് പറയുന്നുണ്ട്. ക്ലാസ് റൂമുകളിലെ കൂടി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ഔട്ട് ആയി പോകുന്നതാണ് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, എല്ലാവരും തന്നെ ക്ലിയർ ആവുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, എന്തെങ്കിലും ഡിഫിക്കൽട്ട് വേർഡ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് എങ്കിൽ വീണ്ടും ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി കൂടി പെട്ടെന്ന് എന്താണ് ഇൻട്രൂസീവ് ആണോ ഉദ്ദേശിക്കുന്നത്? സർട്ടൻ ഇൻട്രൂസീവ് സർജിക്കൽ അല്ലെ, അതെന്ന് പറഞ്ഞാൽ നുഴഞ്ഞു കയറ്റം എന്നാണ് അതിന്റെ ഉദ്ദേശം. അതായത് സർജറി ചെയ്യാൻ വേണ്ടിയിട്ട്, ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും എക്യുപ്മെന്റ്സ് ഒക്കെ നമ്മുടെ ശരീരത്തിലേക്ക് കൊടുക്കേണ്ടതുണ്ട് അല്ലെ, ഉപയോഗിക്കേണ്ടതുണ്ട്. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇൻക്ലൂസീവ് എന്ന് പറഞ്ഞാൽ നുഴഞ്ഞു കയറുക, അതായത് ഉപയോഗിക്കുക, സർജിക്കൽ പ്രൊസീജിയർ നടത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന. ഓക്കെ, അപ്പോ എന്താണ്, നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലേക്ക് കിടക്കാം. കുഴപ്പമില്ലല്ലോ, നിങ്ങൾ ക്ലിയർ ആയി തന്നെ പറഞ്ഞു. നമുക്ക് അതിന്റെ കണ്ടിന്യൂഷൻ നോക്കാം. ഓപ്പറേഷൻ റൂം എൻവയൺമെന്റ് എന്താണ്, ഓപ്പറേഷൻ റൂമിന്റെ ആ ഒരു പരിസ്ഥിതി എന്താണെന്ന് നോക്കാം. Operating rooms are germ-free environments. All personnel should wear protective clothing, named scrubs, as well as shoe covers, masks, caps, eye shields, and other coveraging to prevent the spread of germs. അതായത് ഇതിലെന്താ പറയുന്നത്, ഓപ്പറേറ്റിംഗ് റൂം നമുക്കറിയാം. ഓപ്പറേഷൻ റൂമിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല പ്രത്യേകതകളൊക്കെ ഉണ്ട്. അതിലൊക്കെ പ്രത്യേകതകളായി നമുക്ക് തോന്നാറുണ്ട്. നിങ്ങളൊന്ന് മെസ്സേജ് അയച്ചു എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ തോന്നാറുണ്ടോ? നമ്മളെ തന്നെ പേഷ്യൻസിന് ഇങ്ങനെ ഓപ്പറേഷൻ റൂമിൽ പോകുമ്പോൾ എന്തെങ്കിലും പ്രത്യേക ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അല്ലെ, എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ കീപ്പ് ചെയ്യേണ്ടതായിട്ട്, നമ്മൾ ഫോളോ ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരാറുണ്ടോ? നിങ്ങൾ തന്നെ അതിലേക്ക് ഓക്കെ പ്രൊട്ടക്റ്റീവ് ഡ്രസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അതെ, നമ്മുടെ ഡോക്ടേഴ്സ് ആണെങ്കിലും നഴ്സുമാരാണെങ്കിലും ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പ് രോഗികളാണെങ്കിലും അത്തരത്തിലുള്ള ഡ്രസ്സ് നിർദ്ദേശിക്കും. ഓക്കെ, ഇതന്നെ മാസ്കുകൾ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ആ റൂം എങ്ങനെയായിരിക്കും, അതിന്റെ ടെമ്പറേച്ചർ ഒക്കെ എങ്ങനെയായിരിക്കും? ഭയങ്കര ചൂടൊക്കെ ആയിരിക്കും നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറുമ്പോൾ? AC ഒക്കെ ആയിരിക്കും, എയർ കണ്ടീഷൻ യൂസ് ചെയ്യും, കൂളായിരിക്കും. ഓക്കെ, പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകളുണ്ടോ? ഓക്കെ, നിങ്ങൾ തന്നെ ഫീൽ ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് അല്ലേ. അപ്പൊ കൂളായിരിക്കും, ഒപ്പം തന്നെ നമ്മൾ കുറെ ക്ലീൻ ആയിരിക്കും. ഓക്കെ, ഇതൊക്കെ നമ്മൾ ലൈറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, സാനിറ്റൈസർ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും, ക്ലീൻ ആൻഡ് നീറ്റ് ആണ്. ഓക്കെ, ഇത് തന്നെയാണ് ഈ നമ്മുടെ ഈ പാരഗ്രാഫിൽ അവർ വിവരിക്കുന്നത്. എന്താ പറയുന്നത്, ഓപ്പറേഷൻ എൻവയൺമെന്റ്, ആ ഒരു പ്രദേശം എന്ന് പറയുന്നത്, അതിന്റെ ആ ഒരു പ്രകൃതം എന്ന് പറയുന്നത് എന്താന്ന് പറയുന്നത്, ഓപ്പറേറ്റിംഗ് റൂംസ് ആർ ജേം ഫ്രീ എൻവയൺമെന്റ്. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു മെസ്സേജ് അയച്ചു മാത്രമേ നീറ്റ് ആൻഡ് ക്ലീൻ അല്ലെ, ജേം ഫ്രീ ആയിരിക്കും, എപ്പോഴും അണുവിമുക്തമായിട്ടുള്ള ഒരു മേഖലയായിരിക്കും. ഓൾ പേഴ്സണൽ ഷുഡ് വെയർ പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ് നാംഡ് സ്ക്രബ്സ്. അതായത് എല്ലാവരും തന്നെ എന്താണ് പ്രൊട്ടക്റ്റീവ്, എന്തെങ്കിലും സംരക്ഷണം കിട്ടുന്ന തരത്തിലുള്ള വസ്ത്രങ്ങളാണ്. എന്തിന്റെ സംരക്ഷണമായിരിക്കും?
നമുക്കറിയാം ഓപ്പറേഷനൊക്കെ വിധേയമാകുമ്പോൾ അണുക്കൾ എന്ന് പറഞ്ഞ അല്ലെങ്കിൽ കേടായ അല്ലെങ്കിൽ പഴുത്ത ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങളായിരിക്കും നീക്കം ചെയ്യാനൊക്കെ വരുന്നത്. അപ്പൊ അതിൽ നിന്നും ഈ അണുക്കളെല്ലാം അവരെ പരിചരിക്കുന്ന ഒരു ഡോക്ടേഴ്സിന്, നഴ്സുമാർക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്റ്റാഫുകൾക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഈ രോഗികൾക്കാണെങ്കിലും പ്രൊട്ടക്ഷൻ കിട്ടേണ്ട ഒരു ടൈം തന്നെയാണ് അല്ലെ. അവിടെ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, എക്യുപ്മെന്റ്സ് എല്ലാം സ്റ്റെറിലൈസ്ഡ് ആയിരിക്കും, അതായത് അണുവിമുക്തമായിരിക്കണം. അപ്പൊ ഇത് തന്നെ അവിടെ പറയുന്നത് ഓൾ പേഴ്സൺ ഷുഡ് വെയർ, അവർ ധരിക്കേണ്ടത് ധരിക്കുക പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ് നെയിംഡ്, അതിന്റെ പേരാണ് സ്ക്രബ്സ്. അതായത് ആ പ്രൊട്ടക്റ്റീവ് ക്ലോത്തിന്റെ പേരാണ് സ്ക്രബ്സ്. എന്താണ് ആസ് വെൽ ആസ് ഷൂ കവേഴ്സ്, നമുക്കറിയാം. അതായത് ഷൂ ധരിക്കേണ്ട, അതായത് ചപ്പലുകൾ അല്ലെ, അവിടെ മാത്രം ഉപയോഗിക്കുന്ന ചെരുപ്പുകളായിരിക്കും ഡോക്ടേഴ്സ്, നഴ്സുമാരൊക്കെ ആ ഓപ്പറേഷൻ തിയേറ്ററിൽ യൂസ് ചെയ്യുന്നത്. അവർ മാസ്കുകൾ ധരിച്ചിട്ടുണ്ടാവും, ക്യാപ്സ്, ഐ ഷീൽഡ്സ് ആൻഡ് അതർ കവറേജിംഗ് ടു പ്രിവെന്റ് ദ സ്പ്രെഡ് ഓഫ് ജേംസ്. എന്തെങ്കിലൊക്കെ അണുക്കള് പറ്റി പിടിച്ചിരിക്കാതിരിക്കാനായിട്ട് പറ്റുന്ന തരത്തിലുള്ള അതിന് പ്രൊട്ടക്ഷൻ കിട്ടുന്നത്. നമുക്ക് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. കോവിഡ് സമയത്തൊക്കെ അവർ പരിചരിക്കുന്നത് എങ്ങനെയാ, ഷീൽഡ് വെച്ചിട്ടുണ്ടാവും, നല്ല ഫുൾ കവേർഡ് ആയിട്ടുള്ള ക്ലോത്ത്സ് ആയിരിക്കും ധരിച്ചിരിക്കുക, ക്യാപ്പ് ഉണ്ടാവും, ഐ ഷീൽഡ് ഉണ്ടാവും, അങ്ങനെ എല്ലാ സംഭവങ്ങളോടും കൂടിയിട്ടാണ്, ഗ്ലൗസ് ഉണ്ടാവും, അങ്ങനെ എല്ലാ പ്രൊട്ടക്ഷനോടും കൂടി. എന്തുകൊണ്ടാണ് അത് അവർക്ക് ഈ അണുക്കളൊന്നും ഈ രോഗിയിൽ നിന്നും കിട്ടാൻ പാടില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള എക്യുപ്മെന്റ്സ്, അത്തരത്തിലുള്ള ഡ്രസ്സുകൾ അല്ലെ, വെയേഴ്സ്, അത് ധരിച്ചിട്ട് മാത്രമേ എങ്ങോട്ടേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ, ആ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ. ഇത് എന്തിനു വേണ്ടിയിട്ടാ? പ്രിവെന്റ് ദ സ്പ്രെഡ് ഓഫ് ജേംസ്. അത് മുൻകരുതൽ, പ്രിവെന്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ തടയുവാൻ വേണ്ടിയിട്ട്. എന്താണ് അത്? സ്പ്രെഡ് ഓഫ് ജേംസ്, ജേമിന്റെ ആ ഒരു പ്രതിരോധത്തിന് വേണ്ടി പ്രിവെൻഷൻ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ജേംസിന്റെ, നമ്മുടെ അണുക്കളുടെ ഒന്നും സ്പ്രെഡ് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിവെൻഷൻ എന്ന രീതിയിലാണ് ഈ ക്ലോത്ത്സുകൾ ധരിക്കുന്നത്. ഓപ്പറേറ്റിംഗ് റൂം ഷുഡ് ബി ലൂമിനിയസ്. ലൂമിനിയസ് നേരത്തെ പറഞ്ഞു, നല്ല പ്രകാശമുള്ള പ്ലേസ് ആയിരിക്കണം എന്ന് പറഞ്ഞു. അതാണ് ഇവിടെ പറയുന്നത്, ഷുഡ് ബി ലൂമിനിയസ് ആൻഡ് ദ ടെമ്പറേച്ചർ ഷുഡ് ബി വെരി കൂള്. ആ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്താണ്? കൂളായിരിക്കും അല്ലെ, തണുപ്പായിരിക്കും. ഓപ്പറേറ്റിംഗ് റൂംസ് ഷുഡ് ബി എയർ കണ്ടീഷൻഡ് ടു ഹെൽപ്പ് പ്രിവെന്റ് ഇൻഫെക്ഷൻ ത്രൂ ബാക്ടീരിയൽ ഫിൽട്രേഷൻ സിസ്റ്റം. അതെന്തുകൊണ്ടാണ് ഇങ്ങനെ കൂളായിട്ടുള്ള ഏരിയ ഉണ്ടാക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ ബാക്ടീരിയസുകളൊന്നും ഡെവലപ്പ്, അതായത് വളർച്ച പ്രാപിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ നമുക്കറിയാം എല്ലാം ഫിൽട്ടർ ചെയ്ത് നല്ല ഒരു സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള ഒരു പ്ലേസ് ആണ് എന്ത്, ഈ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. അതായത് അണുക്കളൊന്നും വരാത്ത തരത്തിലുള്ള സജ്ജീകരണങ്ങളെല്ലാം ചെയ്തിരിക്കുന്ന പ്ലേസ്. അപ്പൊ അവിടെ കൂളാവുന്നതിന്റെ കാരണം ഇങ്ങനെയുള്ള ബാക്ടീരിയസുകളൊന്നും ഫോം ചെയ്ത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തൊന്നും, അതായത് രോഗിയിൽ നിന്നും സ്പ്രെഡ് ചെയ്യുന്ന ഏതെങ്കിലും, നമുക്കറിയാം നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത തരത്തിലുള്ള അണുക്കളൊക്കെയാണ് ഉണ്ടാവുക. അപ്പൊ ഏതെങ്കിലും രീതിയിൽ ലൂമിനിയസ് മീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെളിച്ചം, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള, അതായത് തെളിച്ചമുള്ള എന്നുള്ള മീനിങ് ആണ് ലൂമിനിയസിൽ നമ്മൾ പറഞ്ഞത്. ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്? കൂളായിട്ടുള്ള എയർ കണ്ടീഷൻഡ് റൂമാക്കി മാറ്റണമെന്ന് പറയുന്നതിന്റെ കാരണം ബാക്ടീരിയകളൊന്നും ഡെവലപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അതിന്റെ വളർച്ചയൊന്നും ഉണ്ടാകാൻ വേണ്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എയർ കണ്ടീഷൻ ആയിട്ടുള്ള റൂമായിരിക്കണമെന്ന് പറയുന്നത്. ഓക്കെ, ഇത് പാരഗ്രാഫിൽ നിങ്ങൾ തന്നെ നിർദ്ദേശിച്ച കുറച്ച് കാര്യങ്ങൾ സെന്റൻസ് ആയിട്ട് അതിൽ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. എന്താണ് ഓപ്പറേറ്റിംഗ് റൂംസ് എൻവയൺമെന്റ് ആണ്. ഓൾ പേഴ്സൺസ് ഷുഡ് വെയർ എ പ്രൊട്ടക്റ്റീവ് ക്ലോത്ത് നേംഡ് സ്കാർഫ്സ് as well as a shoe covers, a mask, cap, eye shields and other coveraging to prevent the spread of germs. അതായത് അതിന് മുൻകരുതലായിട്ടാണ് അതായത് ഈ ക്ലോത്തുകൾ യൂസ് ചെയ്യുന്നത്. ദി ഓപ്പറേറ്റിംഗ് റൂം ഷുഡ് ബി ലൂമിനിയസ്. അവിടെ നല്ല പ്രകാശമുള്ള പ്ലേസ് ആയിരിക്കണം, ടെമ്പറേച്ചർ വെരി കൂൾ ആയിരിക്കണം, അവിടെയൊന്നും ബാക്ടീരിയകളൊന്നും വളർച്ച പ്രാപിച്ചു വരാനൊന്നും പാടില്ല എന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇത് കൂളായിരിക്കണം, ആ റൂം കൂളായിരിക്കണം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഈ പാരഗ്രാഫ് ഒന്നും നമുക്ക് മനസ്സിലായോ? കണ്ടിന്യൂ ചെയ്യാലോ നമുക്ക്. ഇതിൽ നമ്മൾക്ക് ഓപ്പറേഷൻ റൂമിനെ കുറിച്ച് നമുക്ക് അറിയാവുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ലാതെ തന്നെ നമുക്ക് ക്യാച്ച് ചെയ്ത് പോകാൻ സാധിക്കും. അതിൽ പറയുന്നത് എന്താണോ ഓപ്പറേഷൻ റൂം എക്യുപ്മെന്റ്. അവിടെ നമ്മൾ പറഞ്ഞു കുറച്ച് എക്യുപ്മെന്റ്സും കാണാൻ സാധിക്കും അല്ലെ, കുറച്ച് ഉപയോഗപ്രദമായുള്ള വസ്തുക്കൾ അല്ലെ, അതിന് ഉപയോഗിക്കുന്ന കുറെ സാമഗ്രികളൊക്കെ അവിടെ കാണാനായിട്ട് സാധിക്കും. And operating rooms has a special equipment like respiratory and cardiac support, emergency resuscitative devices, patient monitors and diagnostic tools, etc.
അതായത് ഓപ്പറേഷൻ നടത്തുമ്പോൾ നമുക്കറിയാം അല്ലെ, ഓപ്പറേഷൻ എന്ന് പറയുന്ന ഒരു അസാധാരണ, അതായത് എപ്പോഴും നോർമലി ചെയ്യുന്ന ഒരു കാര്യമില്ല. ബോധമൊക്കെ കിടത്തി വേദനകളൊന്നും അറിയിക്കാതെ പേഷ്യൻസിനെ കൈകാര്യം ചെയ്യുന്ന ഒരവസ്ഥയാണ്. അപ്പൊ ആ ടൈമിൽ എന്താണ്, ചിലപ്പോ വ്യക്തികൾക്ക് ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ പ്രഷർ കൂടുകയോ അല്ലെങ്കിൽ ഹേർട്ട് ബീറ്റ് കുറയുകയോ കൂടുകയോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ എന്താണ് ഈ രോഗിക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താണ്, ആ ഓപ്പറേഷൻ റൂമിൽ ചില എക്യുപ്മെന്റ്സ്, ചില ഉപകരണങ്ങളെല്ലാം മസ്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യാൻ സൂക്ഷിക്കേണ്ടതുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും ശ്വാസം കൊണ്ട് ആവശ്യങ്ങൾ വരികയോ അല്ലെങ്കിൽ പെട്ടെന്ന് ഹേർട്ടിന്റെ ആ ഒരു സാധാരണ രീതിയിലുള്ള നോർമൽ ആയിട്ടുള്ള ആ ഒരു അവസ്ഥ മാറി എന്തെങ്കിലും അവസ്ഥ വരികയാണെങ്കിലോ അതൊക്കെ മുൻകരുതലായിട്ട് എന്താണ് ഈ ഉപകരണങ്ങളെല്ലാം അവിടെ സൂക്ഷിക്കേണ്ടതുണ്ട്. അതാണ് പറയുന്നത്, ഓപ്പറേറ്റിംഗ് റൂംസ് സ്പെഷ്യൽ എക്യുപ്മെന്റ്സ് ലൈക്ക് റെസ്പിറേറ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ശ്വാസകോശവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും, ഇപ്പൊ നമുക്കറിയാം ഓക്സിജൻ ഒക്കെ കൊടുക്കേണ്ടി വെന്റിലേറ്ററിന്റെ സഹായമൊക്കെ ആവശ്യകരമായി വന്നു കഴിഞ്ഞാൽ അത് ആ മൊമെന്റിൽ തന്നെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അതിന്റെ കാർഡിയോക്ക് സപ്പോർട്ട് നമുക്കറിയാം, ഹെഡിന്റെ ആ ബീറ്റ് അല്ലെ, അതിന്റെ ആ ഒരു കൺട്രോളിങ് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തിട്ടൊക്കെയാണ് ഡോക്ടേഴ്സ് ഓപ്പറേഷൻ ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ മോണിറ്ററിൽ വായിച്ചെടുക്കും, എന്താണ് അതിന്റെ ഹേർട്ട് ബീറ്റിന്റെ ഫ്ലോ ഒക്കെ എങ്ങനെയാണ്, അത് നന്നായിട്ട് സാധാരണ രീതിയിൽ നോർമലായിട്ട് തന്നെയാണോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതൊക്കെ മോണിറ്ററിൽ തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കും. നമുക്കറിയാം സിഗ്നലൊക്കെ കാണിക്കും അല്ലെ, പെട്ടെന്ന് എന്തെങ്കിലും പ്രശ്നമൊക്കെ പറയുകയാണെങ്കിൽ പെട്ടെന്ന് സിഗ്നലൊക്കെ കാണിക്കും. അതനുസരിച്ച് ഡോക്ടേഴ്സ് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രിക്കോഷൻസ് ഒക്കെ കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ എടുക്കേണ്ടതൊക്കെ ആയിട്ട് വരും. അപ്പൊ അതാണ് എന്താണ് പറയുന്നത്, കാർഡിയാക്ക് സപ്പോർട്ട് ആവശ്യമാണ്. എമർജൻസി റെസിസ്റ്റേറ്റീവ് ഡിവൈസസ് നമുക്കറിയാം, ബോധം കെടുത്തിയിട്ടൊക്കെയാണ് കുറെ ഈ ഓപ്പറേഷനൊക്കെ വിധേയമാകുന്നത്. അപ്പൊ അതില് വ്യക്തിക്ക് എന്തെങ്കിലും പെട്ടെന്ന് അൺകോൺഷ്യസ് ആയിട്ടുള്ള ഒരു കോൺഷ്യസിലേക്ക് എന്തെങ്കിലും ഇത് വരികയാണോ, അങ്ങനെയുള്ള അല്ലെങ്കിൽ പെട്ടെന്ന് രോഗി ഡൗൺ ആയി തീരെ ഡള്ളായി പോവുകയാണോ, അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കേണ്ട ഡിവൈസുകൾ അവിടെ ആവശ്യമാണ്. പിന്നെ പേഷ്യൻസ് മോണിറ്റേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഈ കാർഡിയാക്ക് സപ്പോർട്ടൊക്കെ എന്തെങ്കിലും മോണിറ്ററുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് അവരത് വായിച്ചെടുക്കുന്നത് അല്ലെ. അപ്പൊ ആ ഒരു മോണിറ്റർ സൗകര്യം ആവശ്യമാണ്. അതിന്റെ ഡയഗ്നോസ്റ്റിക് ടൂൾസ് ഓക്കെ, എന്താണ് റെസിസ്റ്റേറ്റീവ് മീൻസ്, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുനരധിവാസം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് വ്യക്തി പെട്ടെന്ന് ഡൗണായി പോയ ആ വ്യക്തിയെ ഉയർത്തിക്കൊണ്ടുപോകാൻ സാധാരണ രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനുള്ള ആ ഒരു ഉപകരണം. ഓക്കെ, അത് ആ ഡോക്ടേഴ്സിന് അതിന്റെ ആ രീതി അനുസരിച്ച് രോഗിയുടെ മൂവ്മെന്റ് അനുസരിച്ച് അല്ലെ, അവരുടെ ആ ഒരു ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളൊക്കെ നിരീക്ഷിച്ചിട്ടാണ് അവർക്കത് തീരുമാനിക്കാൻ സാധിക്കും. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള ഡിവൈസുകൾ അവിടെ ഉണ്ടായിരിക്കണം. അതിന്റെ ഡയഗ്നോസ്റ്റിക് ടൂൾസ് എക്സെട്ര, അതായത് രോഗനിർണയത്തിനുള്ള ഉപകരണങ്ങൾ, കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഈ എക്യുപ്മെന്റ്സ്, ഈ ഉപകരണങ്ങളെല്ലാം എന്താ ഈ ഓപ്പറേഷൻ റൂമിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങൾ റെസ്പിറേറ്ററി, ശ്വാസവുമായി ബന്ധപ്പെട്ടത്, ഹേർട്ടുമായി ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ രോഗി പെട്ടെന്ന് ഡൗൺ ആയി പോകുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ പേഷ്യൻസിന്റെ മോണിറ്റേഴ്സ്, അതായത് അവരുടെ ചലനങ്ങളെല്ലാം നോട്ട് ചെയ്ത് എന്താണ് എഴുതി കാണിച്ചു പോകുന്നത് അല്ലെ, നമുക്ക് ഇലക്ട്രോണിക്കലി മോണിറ്റർ ചെയ്ത് പോകാവുന്ന സൗകര്യങ്ങള്, അതിന്റെ ഡയഗ്നോസ്റ്റിക് ടൂൾസ്. ചില ഡോക്ടേഴ്സിനറിയാം ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഈ രോഗം എന്താണെന്ന് നിർണ്ണയിക്കാൻ ചില ടൂൾസുകൾ ആവശ്യമാണെന്ന് ഡോക്ടേഴ്സിന് നേരത്തെ അല്ലെ, ഓരോ ഓപ്പറേഷനിലും വിധേയമാകുന്ന അതിന് ഇൻചാർജ് ഉള്ള ഡോക്ടേഴ്സിന് അത് അറിയാൻ പറ്റും. അപ്പൊ അത്തരത്തിലുള്ള ടൂൾസുകളെല്ലാം അവര് ഓപ്പറേറ്റിങ്ങിന് മുമ്പായിട്ട് അവിടെ സൂക്ഷിച്ചിരിക്കും. അതാണ് ഇവിടെ പറയുന്നത് ഓപ്പറേറ്റിംഗ് റൂം എക്യുപ്മെന്റ്. മനസ്സിലായോ? നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഉൾക്കൊള്ളിക്കുന്നത്. അതായത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഓപ്പറേഷൻ റൂമിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാലോ. സം ഓഫ് ദ സ്റ്റാഫ്, ഇതേമാതിരി തന്നെ എക്യുപ്മെന്റ് നമ്മൾ പറഞ്ഞു, എൻവയൺമെന്റ് നമ്മൾ പറഞ്ഞു, ഓപ്പറേഷൻ റൂമിൽ എന്താ പ്രവർത്തനം നടക്കുന്നതെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി പറയുന്നത് എന്താണ്, സം ഓഫ് ദ സ്റ്റാഫ് ഹു വർക്ക് ഇൻ ഓപ്പറേറ്റിംഗ് തിയേറ്റർ ആൻഡ് സിസ്റ്റം ഓഫ് ദ ഫോളോയിങ്. അതായത് കുറച്ച് സ്റ്റാഫുകൾ എന്താ ഇവിടെ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് ഓപ്പറേഷൻ റൂമിലെ കുറച്ച് സ്റ്റാഫുകൾ ഉണ്ടാവും. നിങ്ങൾ തന്നെ പറഞ്ഞ ഏതൊക്കെ സ്റ്റാഫുകളെയാണ് ഓപ്പറേഷൻ റൂമിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക? ഓക്കെ, നിങ്ങളോട് മെസ്സേജ് ചെയ്യുമ്പോൾ എന്താ പറയാ, നമ്മൾ ഇൻവോൾവ് ആവും അല്ലെ, ക്ലാസ്സിൽ കുറച്ചും കൂടി നമുക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റും. നിങ്ങളൊന്ന് മെസ്സേജ്, ഓക്കെ, നഴ്സുമാരുണ്ടാവും, പിന്നെ നഴ്സുമാര് തന്നെ ഉണ്ടാവും, ഡ്യൂട്ടി ഡോക്ടർ ഉണ്ടാവും, ഡോക്ടേഴ്സ് നഴ്സുമാരുണ്ടാവും, അസിസ്റ്റൻസ് ഉണ്ടാവും, ഇതെല്ലാം ഉണ്ട്. അതായത് ഡോക്ടേഴ്സിന്റെ മുറിയില് ഓപ്പറേറ്റിംഗ് മുറിയില് എന്താ അനസ്തേഷ്യ ഉണ്ട്. ഓക്കെ, അപ്പൊ അത്യാവശ്യം നിങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി.
അപ്പൊ അതിനെന്താ പറയുന്നത്, ഡോക്ടേഴ്സ് അല്ലെ ഓപ്പറേഷൻ വിധേയമാക്കാനായിട്ട് സർജറി ചെയ്യുന്ന ഡോക്ടർ ഉണ്ടാവും, മെയിൻ ഡോക്ടർ ഉണ്ടാവും, അവർ അസിസ്റ്റ് ചെയ്യാനുള്ള വ്യക്തികളുണ്ടാവും, നഴ്സുമാരുണ്ടാവും. പിന്നെ നമ്മൾ പറഞ്ഞു അനസ്തേഷ്യ അല്ലെ, നമുക്ക് ബോധം കെടുത്തിയിട്ടാണ് ഇത് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട അനസ്തേഷ്യ ഉണ്ടാവും. പിന്നെ ഒപ്പം ചില നമ്മളെ കുറച്ച് എന്താ പറയുക മസ്റ്റായിട്ട് കുറച്ച് റെസിപ്പിറേറ്ററി അല്ലെങ്കിൽ കാർഡിയക് സപ്പോർട്ടിനൊക്കെ പറഞ്ഞു. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഈ എക്യുപ്മെന്റ്സ് ഓക്കെ എന്തെങ്കിലും ടെക്നീഷ്യൻസ് ഒക്കെ ആവശ്യമാണ് അല്ലെ. ഇതുമായി ബന്ധപ്പെട്ട ഈ കാർഡിയക് സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മോണിറ്റർ ചെയ്യാനായിട്ട് അതുമായി ബന്ധപ്പെട്ട കാർഡിയോളജിസ്റ്റ് ഇതൊക്കെ അവരുണ്ടാവും. അപ്പൊ ഓക്കെ, അപ്പൊ ഇതെല്ലാം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം എന്തിനു ആവശ്യമാണ്, ഈ സ്റ്റാഫുകളെല്ലാം എന്താണ് നമ്മുടെ ഓപ്പറേറ്റീവ് റൂമിൽ ഉണ്ടെന്ന് പറയുന്നു. നമുക്ക് നോക്കാം ഓരോന്ന് 1 by 1 ആയിട്ട്. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഫസ്റ്റ് വൺ പറയുന്നു സർജൻ ഹു പെർഫോം ദ ഓപ്പറേഷൻ, ഓപ്പറേഷൻ നടത്തുന്ന സർജൻ അവിടെ ഉണ്ടാവും. Then anesthetists who give anesthetics to restrain pain both before and during the operation. നമുക്കറിയാം ഒരു രോഗി അല്ലെ അത് ഓപ്പറേഷന് വിധേയമാകുമ്പോൾ അത്ര പെയിൻ ആണ്, മുറിക്കുകയാണ് അല്ലെ. അപ്പൊ അത് ആ പെയിൻ അറിയാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് അതിനോട് തൊട്ട് മുമ്പും അതിന് ആ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുമ്പോഴെല്ലാം ആ രോഗി പെയിൻ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു അനസ്തേഷ്യ ചെയ്യും. അനസ്തേഷ്യ ബോധം കെടുത്തുന്ന ഒരു പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയിട്ട് അനസ്തേഷ്യസ്റ്റ് അവിടെ ഉണ്ടായിരിക്കും. Then theater nurse who take care of patients throughout all 4 stages of the operation. അതായത് ഇവിടെ സ്റ്റേജുകളൊന്നും നിങ്ങൾക്ക് അത്യാവശ്യം പഠിക്കേണ്ടതില്ല, എങ്കിൽ കൂടി നിങ്ങൾ മനസ്സിലാവും. നിങ്ങൾക്ക് ഓപ്പറേഷന് മുമ്പ് പേഷ്യൻസിന് കുറെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കാറ്, നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കും. നിങ്ങൾ ഗേൾസ് ഒക്കെ ആണെങ്കിൽ മുടിയൊക്കെ എങ്ങനെ പിൻ ചെയ്യണം, അല്ലെങ്കിൽ നെയിൽ പോളിഷ് ഒക്കെ റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ ജ്വല്ലറി ഐറ്റംസ് ഒക്കെ റിമൂവ് ചെയ്യണം, അതായത് അതൊക്കെ ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ആ ഡ്രസ്സുകൾ അതുമായി ബന്ധപ്പെട്ട സെപ്പറേറ്റ് ഡ്രസ്സുകളൊക്കെ നമ്മൾ ധരിച്ചിട്ട് വേണം അങ്ങനെ വേറാൻ എന്നൊക്കെ ആ പേഷ്യൻസിനോട് പറയാം. അപ്പൊ എന്താ പറയുക, ഓപ്പറേഷന് മുമ്പ് അങ്ങനെ പല സ്റ്റേജുകൾ കടന്നിട്ടാണ്. ഓപ്പറേഷന് മുമ്പുണ്ട്, അതിനുശേഷം ഓപ്പറേഷന് വിധേയമാകുന്നത് ഒബ്സർവേഷനിൽ ചെല്ലും, പിന്നെ വീണ്ടും റൂമിലേക്ക് ആ വ്യക്തിയെ ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ അങ്ങനെ പല സ്റ്റേജുകളെല്ലാം നടത്തുന്നതിന് വേണ്ടിയിട്ട് എന്താ ഹെൽപ്പ്, അതായത് അത് നമുക്ക് പറഞ്ഞു തരാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മസ്റ്റ് ആയിട്ട് അവിടെ നഴ്സുമാരുണ്ടായിരുന്നു. അതാണ് പറയുന്നത് തിയേറ്റർ നഴ്സസ് ഹു ടേക്ക് കെയർ ഓഫ് പേഷ്യൻസ് ത്രൂ ഔട്ട് ഓൾ 4 സ്റ്റേജസ് ഓഫ് ദ ഓപ്പറേഷൻ. ഓപ്പറേഷന്റെ പല സ്റ്റേജുകളിലും എന്താണ് ഈ നഴ്സുമാരുടെ സേവനം നമുക്ക് മസ്റ്റ് ആയിട്ട് വാച്ച് ചെയ്യാനായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. തിയേറ്റർ സപ്പോർട്ട് വർക്കേഴ്സ് ഹു ഷിഫ്റ്റ് പേഷ്യൻസ് ബിറ്റ്വീൻ ദ വാർഡ്സ് ആൻഡ് ദ ഓപ്പറേറ്റിംഗ് തിയേറ്റർ. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ പറഞ്ഞ അറ്റൻഡർമാര് ഒക്കെ അങ്ങനെയുള്ള വ്യക്തികളൊക്കെ അവിടെ ഉണ്ടാവും. കാരണം ഈ വ്യക്തികളായിരിക്കും ചിലപ്പോൾ ഈ ഓപ്പറേറ്റിംഗ് റൂമില് നിന്ന് ഷിഫ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്കറിയാം. ചിലപ്പോൾ നടന്നു കയറിയ വ്യക്തികളായിരിക്കും, പക്ഷെ ഓപ്പറേഷൻ കഴിയുമ്പോൾ ചിലപ്പോൾ അവർക്ക് വളരെ ചെറിയ ഓപ്പറേഷൻ ഒക്കെ അല്ല, മനുഷ്യരുടെ ഡീപ്പായിട്ടുള്ള ഓപ്പറേഷൻ ഒക്കെ ആണെങ്കിൽ എന്താണ് അവർക്ക് ചിലപ്പോൾ വീൽ ചെയർ ഒക്കെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ സ്ട്രക്ചർ ഒക്കെ ഉപയോഗിക്കേണ്ടതൊക്കെ ആയിട്ട് വരും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്താണ് അറ്റൻഡന്റുമാരുടെ അല്ലെങ്കിൽ മറ്റ് സ്റ്റാഫുകളുടെ എല്ലാം സപ്പോർട്ടീവ് സ്റ്റാഫുകളുടെ എല്ലാം ആവശ്യകത അവിടെ വേണ്ടി വരും. എന്താ പറയുന്നത് കാർഡിയോഗ്രാഫേഴ്സ് ടു മോണിറ്റർ ECG മെഷീൻ. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് കാർഡിയക് സപ്പോർട്ട്. നമ്മുടെ ഹേർട്ടുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻ നടത്തുന്നതിനൊപ്പം ഹേർട്ടുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം വിലയിരുത്താനായിട്ട് എന്താ കാർഡിയോഗ്രാഫേഴ്സ് അവിടെ ഉണ്ടായിരിക്കും. ECG മെഷീനൊക്കെ ആയിട്ട് നമ്മുടെ അതായത് മോണിറ്ററുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ടാവും, ആ വ്യക്തിയുടെ മോണിറ്ററുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിലെ കാർഡിയോഗ്രാഫേഴ്സ് ആണ് അത് മോണിറ്റർ ചെയ്യുന്നത്, അതായത് നമ്മുടെ ഹേർട്ടിന്റെ പ്രവർത്തനങ്ങളെല്ലാം നിരീക്ഷിക്കുന്നത്. ECG പോലെയുള്ള മെഷീൻസ് ഒക്കെ ഉപയോഗിക്കുന്നത് കാർഡിയോഗ്രാഫേഴ്സ് ആണ്, അവരവിടെ ഉണ്ടാവും. Then radiographers to take X-ray if they are required. In case ഡോക്ടേഴ്സ് പറയണോ ഒരു ഓപ്പറേഷൻ ഒക്കെ നടത്തുമ്പോൾ ഡോക്ടേഴ്സ് ചിലപ്പോൾ ആവശ്യപ്പെടും എക്സ്റേ എടുക്കേണ്ടതായിട്ട് വരും ഓപ്പറേഷൻ നടത്തിയതിനു ശേഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ ആ നിർദ്ദേശപ്രകാരം അതാണ് പറയുന്നത് ആർ റിക്വയർഡ് ഇഫ് ആർ റിക്വയർഡ് അവർ ആവശ്യപ്പെടുകയാണെങ്കിൽ മാത്രം ഡോക്ടേഴ്സ് അങ്ങനെയുള്ള സജഷൻ അങ്ങനെയുള്ള നിർദ്ദേശം മുന്നിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റേഡിയോഗ്രാഫേഴ്സ് അതായത് എക്സ്റേ എടുക്കാൻ വേണ്ടിയിട്ടുള്ള റേഡിയോഗ്രാഫേഴ്സും എവിടെ ഉണ്ടാവും ഓപ്പറേഷൻ തിയേറ്ററിലും ഉണ്ടാവും. അങ്ങനെ കുറച്ച് സ്റ്റാഫുകളെല്ലാം അവിടെ ഉണ്ടാവുന്നുള്ള കാര്യമാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും ഡോക്ടേഴ്സ് ഉണ്ടാവും, അനസ്തീഷ്യ ഉണ്ടാവും, നഴ്സുമാരുണ്ടാവും, പിന്നെ എന്തിനൊക്കെ ഷിഫ്റ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സപ്പോർട്ടീവ് സ്റ്റാഫുകൾ ഉണ്ടാവും. അപ്പം ഈ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചില മെഷീൻസ് ഒക്കെ പ്രവർത്തിക്കേണ്ടതൊക്കെ ആയിട്ട് വരും. അത്തരത്തിലുള്ള മെഷീൻസ് പ്രവർത്തിക്കാനായിട്ടുള്ള പ്രൊഫഷണൽ അതുമായി ബന്ധപ്പെട്ട തൊഴിൽ നൈപുണ്യം നേടിയിരിക്കുന്ന വ്യക്തികൾ അല്ലെ അത്തരത്തിലുള്ള കാർഡിയോഗ്രാഫി പോലെയുള്ള വ്യക്തികൾ അല്ലെങ്കിൽ റേഡിയോഗ്രാഫേഴ്സ് പോലെയുള്ള വ്യക്തികളെല്ലാം അവിടെ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടായിരിക്കും. ക്ലിയർ അല്ലേ?
എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാട്ടോ. ഫസ്റ്റ് പേജില് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. എസ് മാം ക്ലിയർ ആണെന്ന് പറയുന്നുണ്ട്, മിക്കവാറും സമ്മതിക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് എന്താ പറയാ, കുറച്ചും കൂടി ഒരു പേജ് മാത്രം തീർന്നാൽ പോരാലോ, കുറച്ചും കൂടി എടുത്തു പോകേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഭാഗത്തിലേക്ക് നോക്കാം. എന്താണ് പോളിസി ടു എൻറ്റർ ഇൻ ആൻ ഓപ്പറേഷൻ തിയേറ്റർ. ക്ലിയർ ആണെന്ന് പറയുന്നു. ഓക്കെ, പോളിസികൾ, എന്തെല്ലാം പോളിസികളാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മൾ നിർവർത്തിക്കേണ്ടത്, പാലിച്ചു പോകേണ്ടത് എന്നുള്ള കാര്യമാണ്. അതിലെന്താ പറയാ, നമ്മൾ നേരത്തെ പറഞ്ഞ കുറെ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലും ഇൻക്ലൂഡ് ചെയ്യുന്നത്, ഇതിലും ഉൾക്കൊള്ളുന്നത്, അതൊക്കെ തന്നെയാണ് നോക്കാം. സ്റ്റേറ്റ് ദ എയിം ഓഫ് യുവർ വിസിറ്റ് ഓർ ഓപ്പറേഷൻ, പ്രൂവ് പേഴ്സണൽ ആൻഡ് ഷോ യുവർ ഐഡി. നമുക്കറിയാം, ഒരു ഹോസ്പിറ്റലാകുമ്പോൾ ഓപ്പറേഷൻ തിയേറ്റർ ഒക്കെ ആകുമ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള ഓപ്പറേഷൻ ഒക്കെ ആയിരിക്കും. ഒരാൾക്ക് കാലിനാണെങ്കിൽ ഒരാൾക്ക് അല്ലെ, എന്തെങ്കിലും വ്യത്യസ്ത തരത്തിലുള്ള ഓപ്പറേഷൻസ് ആയിരിക്കും. വലിയ വലിയ ഹോസ്പിറ്റൽസ് ആണെങ്കിൽ നമുക്കറിയാം ചില സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും. ആ ഡിപ്പാർട്ട്മെന്റിൽ അതുമായി ബന്ധപ്പെട്ട മാത്രം ഓപ്പറേഷൻസ് ഒക്കെ ആയിരിക്കും നടത്തുന്നത്. അങ്ങനെ വ്യത്യസ്ത, എന്നാലും വ്യത്യസ്ത വ്യക്തികൾക്ക് അതിൻ്റെതായ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ID കാർഡ് എല്ലാം അവർ കൊടുത്തില്ല. അതായത് ചിലപ്പോൾ ഈ പേരും ചിലപ്പോൾ ഡോക്ടേഴ്സിന്റെ പേരും വെച്ചിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു ID പ്രൂഫ് അവരുടെ കയ്യിലുണ്ടെങ്കിൽ അത് മസ്റ്റായിട്ട് അവർ യൂസ് ചെയ്യണം എന്നുള്ള കാര്യമാണ്. ശരി, എയിം ഓഫ് യുവർ വിസിറ്റ്, എന്തിനാണ് വിസിറ്റ് ചെയ്യാനായിട്ടുള്ള ആ ഒരു ലക്ഷ്യം വന്നിരിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ID പ്രൂഫ് അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. Then artificial nails, extenders and chipped nail polish protect more microorganisms than ants and can possibly stain the sterile area, so avoid it. അതായത് നമുക്ക് അറിയാം, ഓപ്പറേഷന് മുമ്പ് ചിലപ്പോൾ നെയിൽ പോളിഷ് ഒക്കെ മസ്റ്റ് ആയിട്ട് റിമൂവ് ചെയ്യുമെന്ന് ഡോക്ടേഴ്സ് നിർദ്ദേശിക്കും. ചിലരെങ്കിലും ആലോചിക്കും ഇത് എന്താ എത്രപ്പെട്ട ഇത് മസ്റ്റ് ആയിട്ട് ഇത് നെയിൽ പോളിഷ് എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത്, ഇത് എത്രപ്പെട്ട സംഭവമാണെന്ന് ചിലരെങ്കിലും ആലോചിക്കും. അതെന്തുകൊണ്ട് അങ്ങനെ പറയണേന്ന് കാരണം കഴിഞ്ഞാൽ, അതായത് അവിടെ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് നമുക്കറിയാം, ഓപ്പറേഷൻ റൂമിൽ അതൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ അവിടെ ഉപയോഗിക്കുന്ന വസ്തുക്കളെല്ലാം എന്താണ് സ്റ്റെറിലൈസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അണുവിമുക്തമാക്കിയിരിക്കുന്ന എക്യുപ്മെന്റ്സ്, വസ്തുക്കളൊക്കെ ഉപകരണങ്ങളൊക്കെയാണ് അവിടെ ഉപയോഗിക്കുന്നത്. പക്ഷെ ഇത്തരത്തിലുള്ള ഈ നെയിൽ പോളിഷ് സംഭവങ്ങളൊക്കെ ഇട്ട് പോകുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ പെട്ടെന്ന് തന്നെ ഇതിലേക്ക് ഈ സൂക്ഷ്മ അണുക്കൾ പ്രവേശിക്കാനായിട്ട് സാധ്യത കൂടുതലാണ്. എന്താണ് പറയുന്നത്, ആർട്ടിഫിഷ്യൽ നെയിൽസ്. ഇപ്പൊ നമുക്കറിയാം, സാധാരണ നെയിലിനെ അപേക്ഷിച്ച് എല്ലാവർക്കും എന്താ പറയുക, നല്ല ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ, ഇപ്പൊ നെയിലിനും ഭംഗി കൂട്ടാനായിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു എന്തെങ്കിലും വലുപ്പമുള്ള സംഭവങ്ങളൊക്കെ ഘടിപ്പിച്ചിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള നെയിൽസ്, എക്സ്റ്റൻഡേഴ്സ് ആൻഡ് ചിപ്ഡ് നെയിൽസ്, ഇതെല്ലാം എന്ത് ചെയ്യണം, പോളിഷ് അതെല്ലാം എന്ത് ചെയ്യണം, റിമൂവ് മസ്റ്റ് ആയിട്ട് എന്താ പറയുക ഒഴിവാക്കിയിരിക്കണം എന്നാ പറയുന്നത്. പ്രൊട്ടക്ട് മോർ, ഇത് കാരണം എന്താണെന്ന് പ്രധാനമായിട്ട് പറയുന്നു, പ്രൊട്ടക്ട് മോർ മൈക്രോ ഓർഗാനിസം, ഇവ കൂടുതലായിട്ടുള്ള സൂക്ഷ്മജീവികളെ അവ സംരക്ഷിക്കുന്നു. ദാൻ ഹാൻഡ്സ് ആൻഡ് ക്യാൻ പോസിബിളി ടെയിൻ ദ സ്റ്റെറൈൽ ഏരിയ, അതായത് അവിടെ പറ്റിപ്പിടിച്ചിരിക്കുന്ന പറ്റിപ്പിടിച്ചിരിക്കുന്ന അണുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഏരിയയെ കൂടി തന്നെ എന്താണ് അത് മോശമാക്കി മാറ്റുന്നത്, അല്ലെ, അണുക്കൾ കൊണ്ട് നിറയ്ക്കാനായിട്ട് സാധ്യമാക്കുന്നു. സോ അവോയ്ഡ് ഇറ്റ്, അതുകൊണ്ട് തന്നെ ഇത് എല്ലാം അവോയ്ഡ് ചെയ്യുക, അതായത് ഒഴിവാക്കിയിരിക്കണം. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതായത് നെയിൽ പോളിഷ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അണുക്കൾ അതിൽ പറ്റിപ്പിടിച്ചിരിക്കാൻ, അതാണ് എന്താണ് ടെയിൻ എന്ന് ഉദ്ദേശിക്കുന്നത്, പറ്റിപ്പിടിച്ചിരിക്കുന്ന കറകൾ എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അതിലൊക്കെ കറ പെട്ടെന്ന് ചിലപ്പോൾ തന്നെ ഓപ്പറേഷന് വിധേയമാകുന്ന ടൈമിലൊക്കെ ആയിരിക്കും പെട്ടെന്ന് അത് സ്പ്രെഡ്, എന്തെങ്കിലും പെട്ടെന്ന് പൊട്ടുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഇതിലേക്ക് പെട്ടെന്ന് തന്നെ ആ ഇതൊക്കെ സ്പ്രെഡ് ചെയ്ത് നടന്നിരിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ ആ അണുക്കൾ അതുമ്പോ പറ്റിപ്പിടിച്ചിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, ഇതെല്ലാം റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പെട്ടെന്ന് വാഷ് ഔട്ട് ആയി കഴിഞ്ഞാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ അവർക്ക് അതൊന്ന് തുറച്ചു മാറ്റിയാൽ ക്ലീൻ ആവും. പക്ഷെ അതേസമയം ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തുടച്ചാൽ പോലും അത് ആ അണുക്കളെല്ലാം പെട്ടെന്ന് തന്നെ എന്താ പറയാ ഒഴിവാക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് ഇത്തരം വസ്തുക്കളെല്ലാം നേരത്തെ കൂട്ടി അവോയ്ഡ് ചെയ്യുന്നു, ഒഴിവാക്കിയിരിക്കണമെന്ന് നിർദ്ദേശിക്കുന്നു. റിമൂവ് ഓൾ ജ്വല്ലറി, അതേപോലെ തന്നെ ജ്വല്ലറി ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ഒഴിവാക്കിയിരിക്കണം. നമുക്കറിയാം, മെർക്കുറി പോലെയുള്ള ടെമ്പറേച്ചറിലൊക്കെ ആക്കുന്നതിലെല്ലാം മെർക്കുറി പോലെയുള്ള ചെറിയ ദ്രാവകമാണെങ്കിലും അത് ലോഹപ്രവർത്തനം നടത്താനായിട്ട് സാധ്യമാക്കുന്ന സംഭവമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ലോഹപ്രവർത്തനങ്ങളൊന്നും നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ജ്വല്ലറി ഐറ്റംസും റിമൂവ് ചെയ്തിരിക്കണം, ഒഴിവാക്കിയിരിക്കണം. പുട്ട് ഓൺ സർജിക്കൽ ക്ലോത്ത്സ് ടോപ്പ് ആൻഡ് ബോട്ടം. നമുക്കറിയാം, നേരത്തെ പറഞ്ഞിരുന്നു എന്താണ്, അവരെല്ലാം ഓപ്പറേഷന് വിധേയമാകുന്നവരാണെങ്കിലും
ഡോക്ടേഴ്സ് ആണെങ്കിൽ നഴ്സുമാരാണെങ്കിലും എന്താണ് അവർക്ക് അതിൻ്റെതായ ഡ്രസ് ധരിച്ചിരിക്കുന്ന ടോപ്പാണെങ്കിലും ബോട്ടം ആണെങ്കിലും സർജിക്കൽ ക്ലോത്ത്സ് മസ്റ്റ് ബി വോൺ ഓൺലി ഇൻ ദ സർജിക്കൽ ഏരിയ. സർജിക്കൽ ഏരിയയിൽ ഇടുന്ന ആ വസ്തുക്കൾ അല്ലെ, നമുക്കറിയാം ആ ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഉടനെ തന്നെ അവരവരുടെ എല്ലാ സാധനങ്ങളെല്ലാം എവിടെയൊക്കെ ഡിസ്പോസ് ചെയ്യുക, എവിടെയൊക്കെയാണ് നിക്ഷേപിക്കുന്നത്, അവിടേക്കൊക്കെ ഡിസ്പോസ് ചെയ്തിട്ടാണ് അവരറിയാൻ പോകുക. എല്ലാം ഫ്രഷായിട്ട് വാഷൊക്കെ ചെയ്തിട്ട്. കാരണം എന്തെങ്കിലും അണുക്കൾ ഇതുമ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം അവർ അവിടെ വെച്ച് തന്നെ അത് ക്ലീൻ ഔട്ട് ചെയ്തിട്ടാണ് പോകുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് സർജിക്കൽ ക്ലോത്ത്സ് മസ്റ്റ് ബി വോൺ ഓൺലി ഇൻ ദ സർജിക്കൽ ഏരിയ. ആ ഏരിയയിൽ മാത്രമാണ് അത് യൂസ് ചെയ്യുന്നത്. നേരത്തെ കൂട്ടിയ ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ട് എല്ലായിടത്തും ഓടി നടത്തിട്ടാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ പോകണം. അല്ല, അത് ആ ടൈമിൽ മാത്രമേ അവർ ധരിക്കുള്ളൂ. അല്ലെങ്കിൽ ചപ്പലൊക്കെ ആ പ്ലേസിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പാണ് ആ ചപ്പലൊക്കെ മാറ്റി അവർ അവിടെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ചപ്പലൊക്കെ ഇടുന്നുള്ളൂ. അപ്പൊ അതാണ് പറയുന്നത് അത് മസ്റ്റ് ബി വോൺ ഓൺലി ഇൻ സർജിക്കൽ ഏരിയ. Then cover shoes as per agency policy. Also to cover head caps are used surgical mask also as per policy. ഇത് പറയുന്നത് അത് തന്നെയാണ് ധരിക്കേണ്ട ക്ലോത്തുകൾ. അതിന്റെ ഓരോരോ സെപ്പറേറ്റ് പറയാണ്. ഹെഡിൽ കവർ ധരിക്കണം, തന്നെ എന്താണ് അവരുടെ ഷൂസ് അവരുടെ പോളിസി അനുസരിച്ചിട്ടുള്ള ഷൂസ് ധരിക്കണം. പിന്നെ ക്യാപ്പ്, എന്തെങ്കിലും ക്യാപ്പ് ധരിക്കേണ്ടതുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ സർജിക്കൽ മാസ്ക്, അങ്ങനെ എന്തൊക്കെയാണോ നിർദ്ദേശിക്കുന്നത് ആ രീതിയിലുള്ള നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള എക്യുപ്മെന്റ്സ് എല്ലാം വസ്തുക്കളും അവിടെ ഉപയോഗിച്ചിരിക്കണം. അതായത് ധരിക്കേണ്ടതൊക്കെ ധരിച്ചിരിക്കണം. Then perform a surgical hand scrub as per agency policy. Surgical hand scrubs reduce bacterial count on hand before applying sterile gloves. അതായത് നമ്മൾ ഗ്ലൗസുകളൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഓപ്പറേഷന് പോകുന്നത്. നമ്മൾ പറഞ്ഞു ഇന്ന സാധനങ്ങളൊക്കെ ധരിക്കേണ്ടതൊക്കെ ധരിക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിന് മുമ്പായിട്ട് എന്താണോ അവര് ആദ്യം തന്നെ ഹാൻഡൊക്കെ വാഷ് ചെയ്ത് സ്ക്രബ് ചെയ്ത് നന്നായിട്ട് തന്നെ ഹാൻഡ് വാഷ് ചെയ്യും. അതായത് അതിന് നിങ്ങൾക്കൊരു ലെസൺ ഉണ്ട് എങ്ങനെയൊക്കെയാണ് ഹാൻഡൊക്കെ വാഷ് ചെയ്യുന്നത്, ഇതൊക്കെ ഫസ്റ്റ് സ്റ്റെപ്പ് സെക്കൻഡ് സ്റ്റെപ്പ് ഒക്കെ അത് പറയുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ തന്നെ ഹാൻഡൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള സ്റ്റെറൈൽ ഗ്ലൗസ് ഒക്കെ ധരിക്കണം. കാരണം എന്തുകൊണ്ടാണ് സർജിക്കൽ ഹാൻഡ് സിസ്റ്റംസ് റെഡ്യൂസ് ബാക്ടീരിയൽ കൗണ്ട് ഓൺ ഹാൻഡ്സ് ബിഫോർ അപ്ലൈങ് സ്റ്റെറൈൽ ഗ്ലൗസ്. ഗ്ലൗസ് ഒക്കെ ധരിക്കുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഹാൻഡൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ബാക്ടീരിയയുടെ കൗണ്ട് എന്ന് പറയുന്നത് എണ്ണത്തിന്റെ അളവിലൊക്കെ വളരെയധികം കുറവ് സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അതെല്ലാം കളഞ്ഞതിന് ശേഷമാണ് എന്താണ് ഈ സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള ഈ അണുവിമുക്തമായിട്ടുള്ള ഗ്ലൗസുകളും സംഭവങ്ങളൊക്കെ ധരിക്കുന്നത്. സ്പെസിഫിക് ഡിനോട്ട്സ് ആബ്സെൻസ് ഓഫ് ഡിസീസസ് കോസിംഗ് മൈക്രോ ഓർഗാനിസം. അസ്ബസ്റ്റീസ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ചിലപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ അല്ലെങ്കിൽ നമ്മൾ മുറിവൊക്കെ വന്ന് ഡ്രസ് ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിയുമ്പോൾ നമ്മൾ പറയും അത് എന്തോ മുറിവ് ഉണങ്ങിയിട്ടുണ്ട് അല്ലെ, കുറച്ച് ദിവസം 2-3 ദിവസം ഡ്രസ് ചെയ്തോടുകൂടി പെട്ടെന്ന് തന്നെ മുറിവ് ഉണങ്ങി പോയി. ചിലപ്പോഴൊക്കെ പറയും ഈ മുറിവ് ഉണങ്ങുന്നില്ല, അത് പഴുക്കുകയാണെന്നൊക്കെ പറയും. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പറയും നമ്മൾ തന്നെ എന്താ പറയുക മറ്റെല്ലാവരും പറയും ചിലപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകൾ, അത് ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഉപകരണങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അണുവിമുക്തമാക്കാത്തതായിരിക്കും. ചിലപ്പോൾ അണുവിമുക്തമാക്കിയിരിക്കുന്ന ഉപകരണങ്ങളായിരിക്കും, പക്ഷെ അത് നിക്ഷേപിച്ചിരിക്കുന്ന ആ ബോക്സ് കണ്ടെയ്നേഴ്സ് ചിലപ്പോൾ അണുക്കൾ നിറഞ്ഞതായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള വസ്തുക്കളിൽ നിന്ന് ഉപയോഗിക്കുന്ന ആ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള ഓപ്പറേഷനൊക്കെ വിധേയമാക്കി കഴിഞ്ഞാൽ അവിടെയെല്ലാം പഴുക്കാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ആ വേർഡ് അവിടെ ഉപയോഗിക്കുന്നത്. അതിന്റെ പ്രത്യേക മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറയുന്നത്, പഴുക്കാത്ത അല്ലെങ്കിൽ രോഗാണുക്കള് രഹിതമായ രക്തദൂഷ്യം സംഭവിക്കുന്നതെന്നൊക്കെയുള്ള മീനിങ് ആണ് ഉദ്ദേശിക്കുന്നത്. അസ്ബസ്റ്റീസ് ഡിനോട്ട് ആബ്സെൻസ് ഓഫ് ഡിസീസസ് കോസിംഗ് മൈക്രോ ഓർഗാനിസം. അതായത് സൂക്ഷ്മജീവികളൊന്നും ഇല്ലാത്ത ഒരു വസ്തുക്കൾ ഇല്ലാത്ത സംഭവങ്ങളെയാണ് അസ്ബസ്റ്റീസ് എന്ന് പറയുന്നത്. സെപ്സിസ് എന്ന് പറയുന്നത് എന്താണ്, ആബ്സെൻസ് ഓഫ് ഡിസീസസ് കോസിംഗ് മൈക്രോ ഓർഗാനിസം. ഡിസീസുകൾ രോഗങ്ങൾ വരാതിരിക്കാൻ തരത്തിലുള്ള രോഗാണുക്കളൊന്നും കയറാത്ത വസ്തുക്കളാണ് ഉപയോഗിക്കേണ്ടത്. അതാണ് ആ എക്യുപ്മെന്റ്സുകളായിരിക്കണം അവിടെ, ഉപകരണങ്ങളായിരിക്കണം അവിടെ ഉപയോഗിക്കേണ്ടതെന്ന് പറയുന്നത്. അസ്പെറ്റിക് അതായത് സ്റ്റെറൈൽ ടെക്നിക് ഈസ് മെത്തേഡ് യൂസ്ഡ് അവോയ്ഡ് കണ്ടാമിനേഷൻ ഫ്രം ഇൻഫെക്ഷൻ ഏജൻസ്. അവോയ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം ഒഴിവാക്കുക, കണ്ടാമിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മലിനമായ, ഫ്രം ഇൻഫെക്ഷൻ ഏജൻസ് അതായത് മലിനമായ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കണ്ടേഴ്സിനൊക്കെയാണ് ഈ എക്യുപ്മെന്റ്സ് ഒക്കെ ഇട്ട് വെക്കണമെങ്കിൽ എന്താ സംഭവം, അതെല്ലാം ആ ഉപകരണത്തിൽ എന്താണ് ഈ ചെറിയ സൂക്ഷ്മജീവികളെ പറ്റി പിടിച്ചിട്ടുണ്ടാവും. വേർഡ് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക. ഓക്കെ, അതായത് മലിനമായ എന്നുള്ള കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞാൽ മലിനമായത് ഒഴിവാക്കണം. അപ്പൊ അതെന്താ പറയുന്നത്, ഈ ഇൻഫെക്ഷൻസ് ഒന്നും രോഗത്തിന്റെ ആ ഒരു ഇതുകളൊന്നും ഇൻഫെക്ഷൻ ഒന്നും കടന്നു വരാതിരിക്കാൻ അതിന്റെ ഒന്ന് ഏജന്റ്, അതായത് അതുമായി പരത്തുന്ന ഏജന്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂക്ഷ്മജീവികളൊക്കെ
നമ്മളുടെ ശരീരത്തിൽ നിന്ന് പറ്റി പിടിക്കാതിരിക്കാൻ. അവേർട്ട് എന്ന് വെച്ചാൽ ഒഴിവാക്കുക. ഓക്കെ, അപ്പൊ അതിലെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ചിന്തകളെല്ലാം, ഈ സൂക്ഷ്മ ജീവികളൊക്കെ ഒഴിവാക്കത്തക്ക വിധത്തിലുള്ള മെത്തേഡ്സ്, സ്റ്റെറിലൈസ്, അതായത് എക്യുപ്മെന്റ്സുകളെല്ലാം എന്താണ് സ്റ്റെറിലൈസ് ചെയ്തിരിക്കണം. അതായത് നമ്മൾ എന്താ പറയാ, അണുവിമുക്തമാക്കിയിരിക്കണം. ചൂടുവെള്ളത്തിലൊക്കെ തിളപ്പിച്ച് ആ എക്യുപ്മെന്റ്സ് അല്ലെ, നമ്മൾ ഉപയോഗിക്കുന്ന സിസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ അന്നതൊക്കെ തിളപ്പിച്ച് അണുക്കളെല്ലാം നശിപ്പിച്ച് അത് കൃത്യമായ ബോക്സിലൊക്കെ എന്താ പറയാ നിക്ഷേപിക്കണം. അതാണ് അവസാനം പറയുന്നത്. ആൻഡ് ഇറ്റ് യൂസ്ഡ് ടു കീപ്പ് ജംപ് ഫ്രീ എൻവയൺമെന്റ് ഇൻ ദി ഓപ്പറേറ്റിംഗ് റൂം. ഓപ്പറേറ്റിംഗ് റൂമിലുള്ള ജംപ് ഫ്രീ ആയിട്ടുള്ള എൻവയൺമെന്റ്, ആ ഒരു പരിസരത്ത്, അതായത് അവിടെ അണുക്കളൊന്നും ഇല്ലാത്ത ആ ഒരു പരിസരത്ത് ആയിരിക്കും. അതായത് അങ്ങനത്തെ ബോക്സുകളിലൊക്കെയാണ് ഇത്തരം വസ്തുക്കളൊക്കെ സൂക്ഷിച്ചു വെക്കേണ്ടത്. അല്ലാതെ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്തു അണുവിമുക്തമാക്കി നമ്മൾ ഒരുപക്ഷെ എന്താ പറയാ സിസേഴ്സും അല്ലെങ്കിൽ ചില നീഡിൽസും സംഭവങ്ങളൊക്കെ നമ്മള് പെൻ പോലെ ചില കത്തികളൊക്കെ യൂസ് ചെയ്തിട്ടൊക്കെയാണ് മുറിക്കുന്നത്. അപ്പൊ ആ മുറിവൊക്കെ വരുത്തുന്ന എക്യുപ്മെന്റ്സ്, ഉപകരണങ്ങളെല്ലാം നമ്മൾ അണുവിമുക്തമാക്കി. പക്ഷെ അതെല്ലാം വീണ്ടും അത് സൂക്ഷിച്ചു വെക്കുന്ന കണ്ടെയ്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബോക്സ് എന്ന് പറയുന്ന അണുക്കൾ എന്ന് പറയുന്നതാണെങ്കിൽ അതിലേക്ക് നമുക്ക് എന്താ പറയാ ആ ഡിവൈസിലെ ആ ഉപകരണങ്ങളിലേക്ക് അണുക്കൾ കയറി പറ്റും അല്ലെ. അപ്പൊ ആ ഫ്രീ ആയിട്ടുള്ള അണുക്കളൊന്നും ഇല്ലാത്ത എൻവയൺമെന്റിലാണ് ഇത് സൂക്ഷിച്ച് വെക്കേണ്ടത്. സെപ്സിസ് എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, പഴുക്കാത്ത രോഗാണുരഹിതമായ രക്തദൃശ്യം ബാധിക്കാത്ത അവസ്ഥ. അതാണ് അതുകൊണ്ട് ഡിനോട്ട് ചെയ്തത്, മനസ്സിലാക്കി തരുന്നത്. അതായത് അത് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ രോഗിക്ക് എന്താണ് ഇത്തരത്തിൽ ഈ ഉപകരണം കൊണ്ട് ഒന്നും സംഭവിക്കില്ല. ഉപകരണത്തിന്റെ അണുക്കൾ കൊണ്ട് ഈ രോഗിയുടെ മുറിവ് ഉണങ്ങാതിരിക്കുകയോ പഴുക്കുകയോ ഒന്നും ചെയ്യുകയില്ല. അത് അങ്ങനെ ആകണമെങ്കിൽ എന്താണ് അത്തരത്തിലുള്ള സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള ടെക്നിക്ക് തന്നെ അവിടെ യൂസ് ചെയ്യണം. അതായത് അണുക്കളെ അണുവിമുക്തമാക്കിയിട്ടുള്ള വസ്തുക്കൾ തന്നെ ഉപയോഗിച്ചിട്ട് തന്നെ ഈ പ്രൊസീജിയേഴ്സ് ഓപ്പറേഷന്റെ ആ പ്രവർത്തനങ്ങളെല്ലാം നടത്താൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ഇത്തരത്തില് ഈ സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള വസ്തുക്കളെല്ലാം ജംപ് ഫ്രീ ആയിട്ടുള്ള എൻവയൺമെന്റില് അണുക്കളൊന്നും പ്രവേശിക്കാത്ത ആ പരിസ്ഥിതിയിലായിരിക്കണം സൂക്ഷിച്ച് വെക്കേണ്ടത്, കീപ്പ് ചെയ്ത് വെക്കേണ്ടത്. ക്ലിയർ ആയോ? നിങ്ങളെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ പല പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് പറയുന്നുണ്ട്. അപ്പോ നമ്മൾ ഇതില് സാധാരണയായിട്ടുള്ള കാര്യങ്ങളാണ്, ആദ്യമുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സാധാരണമായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഒരു ഐഡിയ ഉണ്ടാവണം. ഒപ്പം തന്നെ എന്താണ് നെയിൽ പോളിഷ് റിമൂവ് ചെയ്യണം. എന്തുകൊണ്ടാണ് നെയിൽ പോളിഷ് റിമൂവ് ചെയ്യണമെന്ന് പറയുന്നത്, അത് പ്രധാനമായിട്ട് നമ്മൾ പറ്റിപ്പിടിച്ചിരിക്കാനായിട്ട് ആളുകളൊക്കെ പറ്റിപ്പിടിച്ചിരിക്കാൻ സാധ്യതയുള്ളത് കൊണ്ടാണ്. എല്ലാ ജ്വല്ലറി ഐറ്റംസ് ഒക്കെ വേണ്ടാതെ വെക്കണം. അതായത് അത് നമ്മൾ പറഞ്ഞു എന്തെങ്കിലും പ്രവർത്തനങ്ങൾ അല്ലെ രോഗത്തിൻ്റെതായ പ്രവർത്തനങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതേമാതിരി തന്നെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടൊക്കെ എന്താണ് ബോക്സുകളൊക്കെ മസ്റ്റായിട്ട് ധരിച്ചിരിക്കണം. അത് എന്തൊക്കെയാണെങ്കിലും ക്യാപ്പാണെങ്കിലും അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഹെഡ് കവർ ചെയ്യുന്ന എന്തെങ്കിലും എക്യുപ്മെന്റ് ആണെങ്കിലും അല്ലെങ്കിൽ മാസ്ക് ആണെങ്കിലും എന്താണോ അവിടെ യൂസ് ചെയ്യേണ്ടത് അതെല്ലാം യൂസ് ചെയ്തിരിക്കണം. പിന്നെ എന്താ പറയുന്നത്, അതില് സർജിക്കൽ ആയിട്ടുള്ള അത് വസ്തുക്കളൊക്കെ ആ ഗ്ലൗസ് ഒക്കെ ധരിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വാഷൊക്കെ ക്ലീൻ ആയിട്ട് വാഷ് ചെയ്തതിന് വേണം അതൊക്കെ ധരിക്കാൻ വേണ്ടി എന്ന് പറയുന്നു. വീണ്ടും നമ്മൾ പറഞ്ഞു അവിടെ ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ ഉപകരണങ്ങളെല്ലാം ആ ടെക്നിക്സുകൾ ഉപയോഗിക്കുന്ന എല്ലാ മെത്തേഡുകളിലും എന്താണ് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യും, അത് വൃത്തമാക്കും. പിന്നെ അതെല്ലാം എന്താണ് ജംപ് ഫ്രീ ആയിട്ടുള്ള എൻവയൺമെന്റിലാണ് അതെല്ലാം സൂക്ഷിച്ചു വെക്കുന്നത്. ഇതാണ് അതിലെ അവിടുത്തെ ഓപ്പറേഷൻ തിയേറ്ററിലെ പോളിസീസ് നയങ്ങൾ എന്നൊക്കെ പറയുന്നത്. ക്ലിയർ ആയോ? കുഴപ്പമില്ല എങ്കിൽ നമുക്ക് ഈ ഒരു പാരഗ്രാഫും കൂടി നമുക്ക് കണ്ടിന്യൂ ചെയ്ത് നടത്താം. വലിയ പ്രശ്നമില്ലാത്ത ഭാഗം തന്നെയല്ലേ? നമുക്ക് നോക്കാം. ഈച്ച് ഓപ്പറേറ്റിംഗ് റൂം വേരീസ് ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് സർജറി ബീയിങ് ഡൺ. ഓക്കെ, നമ്മൾ പറഞ്ഞു ഇവിടെ ഓപ്പറേറ്റിംഗിനെ കുറിച്ചിട്ട് അല്ലെ, അവിടെയുള്ള എക്യുപ്മെന്റ്സ് പറഞ്ഞു, അവിടെയുള്ള സ്റ്റാഫുകളുടെ കാര്യം പറഞ്ഞു, അവിടെയുള്ള എൻവയൺമെന്റിന്റെ കാര്യം പറഞ്ഞു, പിന്നെ കുറെ പോളിസിയുടെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. അതേമാതിരി തന്നെ നമ്മൾ പറയണം അവിടെ കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓപ്പറേറ്റിംഗ് റൂംസ് വേരിയസ് ഡിപ്പെൻഡ്, വ്യത്യസ്ത തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതേമാതിരി തന്നെ ടൈപ്പ് ഓഫ് സർജറി വ്യത്യസ്ത തരത്തിലുള്ള സർജറീസ് ആയിരിക്കും നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. The operating table in the center of the room should be able to raise lower and tilt in any direction. അതായത് ഓപ്പറേറ്റിംഗ് റൂമിൽ കിടക്കുന്ന ഓപ്പറേറ്റിംഗ് ടേബിൾ അല്ലെ, നമുക്ക് ഓപ്പറേഷൻ വിധേയമാക്കുന്ന പേഷ്യൻസ് കിടത്തിയിരിക്കുന്ന ആ ടേബിൾ എന്ന് പറയുന്നത്
നമുക്കറിയാം ആ ടേബിളില് അത് സെൻട്രലൈസ് ചെയ്തിട്ടായിരിക്കണം ഇടേണ്ടത്. കാരണം എന്താ, ഡോക്ടേഴ്സിന് ചിലപ്പോ വ്യക്തികൾക്കിടെ ഓപ്പറേഷൻ വിധേയമാകുന്ന രീതിയിലേക്ക് അവരുകളൊക്കെ പാസ് ചെയ്യേണ്ടത് വരും, നഴ്സുമാർ പാസ് ചെയ്യേണ്ടത് വരും, എക്യുപ്മെന്റ്സ് ഒക്കെ കളക്ട് ചെയ്യേണ്ടതൊക്കെ വേണ്ടി വരും, അങ്ങനെ പല കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് വരും. അതുകൊണ്ട് തന്നെ അത് ആ ടേബിൾ എവിടെ ഇരിക്കണമെന്ന് പറയുന്നത് സെന്റർ ഓഫ് ദ റൂം. പിന്നെ അത് വീണ്ടും പറയുന്നത് ഷുഡ് ബി ഏബിൾ ടു റൈസ്. ആ ടേബിൾ ചിലപ്പോ ഡോക്ടേഴ്സിന് അതിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉയർത്തുകയോ ലോവർ താഴ്ത്തുകയോ ആൻഡ് ടിൽറ്റ്, അതായത് ചെരിക്കുകയോ ആൻഡ് ഇൻ എനി ഡയറക്ഷൻ, ഏത് ഡയറക്ഷനിലേക്ക് വേണ്ടിയിട്ടും ആ ടേബിൾ ചെരിക്കാൻ പറ്റണം, ഉയർത്താൻ പറ്റണം, താഴ്ത്താനൊക്കെ സൗകര്യം ചെയ്യുന്ന രീതിയിലുള്ള ടേബിൾ ആയിരിക്കണം. The operating room lamps allow for brilliant illumination without a shadow in the case of a surgery. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ എന്താണ്, അവിടെ നല്ല ബ്രില്യന്റ് ആയിട്ട് ഇലുമിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പ്രകാശം ഉണ്ടായിരിക്കണം അല്ലെ. ഓപ്പറേഷന് വിധേയമാകുമ്പോൾ നല്ല നഗ്നനേത്രങ്ങൾ കൊണ്ട് സൂക്ഷ്മാണുക്കളൊക്കെ കണ്ടെത്താനൊക്കെ ആയിട്ട് അത്രയും നല്ല വെളിച്ചം ഉണ്ടായിരിക്കണം. വിത്തൗട്ട് ഷാഡോ ഇൻ ദ കേസ് ഓഫ് സർജറി. സർജറിയുടെ സമയത്ത് എന്താണ്, ഒരിക്കലും ഷാഡോസ് നേരിലൊന്നും വരാനായിട്ട് പാടുള്ളതല്ല. The patient will be linked to different monitors that keep a track of vital signs. These consist of your heart rate and blood pressure. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ എന്താണ്, കാർഡിയക് സപ്പോർട്ടിന് വേണ്ടിയിട്ട് മോണിറ്ററിംഗ് മെഷീൻ ഒക്കെ ഉണ്ടാവുന്ന പറഞ്ഞില്ലേ. അപ്പൊ അതായത് ഹൃദയത്തിന്റെ എടുക്കുന്ന താളങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള മോണിറ്ററിംഗ് മെഷീൻ എന്നൊക്കെ പറയുന്നത് വൈറ്റൽ സൈൻ എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട സിഗ്നലാണ്. ആ പ്രധാനപ്പെട്ട സിഗ്നൽ അനുസരിച്ചിട്ടാണ് ഇവര് കുഴപ്പമൊന്നുമില്ല, നോർമൽ സ്റ്റേജ് ആണോ, ഓപ്പറേഷൻ ചെയ്തതിന് പ്രശ്നമൊന്നുമില്ല അതൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പൊ പേഷ്യന്റ് ലിങ്ക്ഡ്, ഈ മോണിറ്റർ മെഷീനുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത് ഏത് ഓപ്പറേഷൻ ചെയ്യുന്ന പേഷ്യൻസ്. ഡിഫറെന്റ് മോണിറ്റേഴ്സ് ദാറ്റ് കീപ്പ് ട്രാക്ക് ഓഫ് വൈറ്റൽ സൈൻസ്, അത് അതിന്റെ പ്രധാനപ്പെട്ട സൈൻ അനുസരിച്ചിട്ടാണ് ഇവർ ചെയ്യുന്നത്. ദീസ് കൺസിസ്റ്റ് ഓഫ് യുവർ ഹേർട്ട് റേറ്റ് ആൻഡ് ബ്ലഡ് പ്രഷർ. ഇതൊക്കെ എന്താണ്, ഇതിലെന്താണ് പ്രധാനമായിട്ടുള്ളത്, അതിന്റെ ഹേർട്ടിന്റെ റേറ്റും ബ്ലഡ് പ്രഷറും ഒക്കെയാണ് ഇതിൽ പ്രധാനമായിട്ടും തെളിച്ച് കാണിക്കുന്നത്. അപ്പൊ ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്താണ് ഓപ്പറേഷൻ വലിയ കുഴപ്പമില്ല, നോർമൽ സ്റ്റേജിൽ നടത്താൻ പറ്റിയ ടൈമിൽ ചിലപ്പോൾ ഇത്ര ടൈമിനുള്ളിൽ നിർത്തേണ്ടതായിട്ടൊക്കെ വരും. അങ്ങനെയൊക്കെ പ്രത്യേക ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത് ഡോക്ടേഴ്സ് ഈ കാർഡിയക് സപ്പോർട്ടിന്റെ കാർഡിയോളജിസ്റ്റിന്റെ ഒക്കെ അതിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമൊക്കെയാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ മോണിറ്റർ മെഷീന് ലിങ്ക് ചെയ്തിരിക്കണം. പേഷ്യന്റ് വിൽ ബി ലിങ്ക്ഡ് different monitors that keep a track of vital signs. These consist of your heart rate and blood pressure. A ventilator or a breathing machine stand close to the head of the operating table. അറിയാം ഓപ്പറേഷൻ വിധേയമാകുന്ന ടൈമില് അത് എപ്പോഴും നമുക്കറിയാം, ചിലപ്പോൾ ചിലർക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, നോർമലി ഫൈറ്റ് ആയിരിക്കും. ചിലർക്ക് ചിലപ്പോൾ പെട്ടെന്ന് ശ്വാസം എടുക്കാൻ പറ്റാത്ത അവസ്ഥ ഒക്കെ വരിക എന്ന് പറയുന്നത് വളരെ പ്രോബ്ലമാണ്, ക്രിട്ടിക്കൽ സ്റ്റേജിൽ. അങ്ങനെയൊക്കെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ജീവൻ നിലനിൽക്കുന്നത് അവന്റെ കൃത്യമായ ശ്വാസത്തിന്റെ ഓക്സിജനൊക്കെ എടുക്കുന്നതിന്റെ അളവിലനുസരിച്ചിരിക്കും. അപ്പൊ ഓക്സിജൻ എടുക്കാൻ ശേഷിയില്ല അല്ലെ, ശ്വാസം നിലനിർത്താൻ പറ്റിയില്ലെങ്കിൽ ഭയങ്കര പാടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ വെന്റിലേറ്റർ, ആ മെഷീൻ, വെന്റിലേറ്റർ ഓർ ബ്രീത്തിങ് മെഷീൻ സ്റ്റാൻഡ് ക്ലോസ് ടു ദ ഹെഡ് ഓഫ് ദ ഓപ്പറേറ്റിംഗ് ടേബിൾ. ഓപ്പറേറ്റിംഗ് ടേബിളിനോട് ചേർന്ന് തന്നെ, ആ പേഷ്യന്റിന്റെ ബെഡിനോട് ചേർന്ന് തന്നെ എന്താണ് വെന്റിലേറ്റർ മെഷീൻ അല്ലെങ്കിൽ ബ്രീത്തിങ് മെഷീൻ സ്റ്റാൻഡ് എന്താണ് സ്ഥാപിച്ചിരിക്കണം. If the procedure is done under general anesthesia, a ventilator will breathe for you in the course of the procedure, moving oxygen and air in and out of the your lungs. അതായത് നമ്മൾ അനസ്തേഷ്യ കൊടുത്തതിന് ശേഷം ആ പ്രൊസീജിയർ അല്ലെ, ആ പ്രവർത്തനം ഓപ്പറേഷന്റെ പ്രവർത്തനം നടത്തുന്ന സമയം തുടങ്ങി ഇത് എന്താണ് വെന്റിലേറ്റർ വിൽ ബി റണ്ണിങ് ആയിരിക്കും. എപ്പോഴാണ് ഈ വ്യക്തിക്ക് ശ്വാസം വന്നിട്ട് നമുക്ക് പെട്ടെന്ന് ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ വെന്റിലേറ്റർ എങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അത് ഇൻ കേസ് പ്രോബ്ലം വന്നു കഴിഞ്ഞാലും പ്രശ്നമില്ലാത്ത രീതിയിൽ അത് അവിടെ അവൈലബിൾ ആയിരിക്കും. അതായത് ഓപ്പറേറ്റിംഗ് റൂമില് ഈ വെന്റിലേറ്റർ മെഷീന് ആ പേഷ്യന്റിന്റെ ബെഡിനോട് ചേർന്ന് തന്നെ സ്ഥാപിച്ചിരിക്കണം. Then exemplary instruments to be used during surgery. സർജറിയുടെ സമയത്ത് നമുക്കറിയാം ഉപയോഗിക്കേണ്ട ഇൻസ്ട്രുമെന്റ്സ് എന്തെങ്കിലുമൊക്കെ വസ്തുക്കളൊക്കെ ഉപയോഗിക്കേണ്ടതായിട്ട് വരല്ലേ. ചില മുറിക്കേണ്ടതായിട്ടുള്ള ഷാർപ്പായിട്ടുള്ള വസ്തുക്കളൊക്കെ അവിടെ അല്ലെ, പോലെയുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിക്കേണ്ടതൊക്കെ ആയിട്ട് വരും. അപ്പൊ അതെല്ലാം എന്തായിരിക്കണം, ജംഫ്രീ ആയിരിക്കണം. അപ്പൊ അവിടെ നിന്ന് മണത്തിലുള്ള സാധനങ്ങളായിരിക്കരുത്, സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള വസ്തുക്കളായിരിക്കണം. ഡയറ്റർമി മെഷീൻ നോക്കാം. ഡയറ്റർമി മെഷീൻ to control bleeding usually is a pressure. ഇതൊരു മെഷീനാണ്. ഈ മെഷീൻ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നത്
കൺട്രോൾ ബ്ലീഡിങ് അല്ലെ. ബ്ലീഡിങ് നമുക്കറിയാം ഓപ്പറേഷൻ ഒക്കെ നടത്തുമ്പോൾ ബ്ലഡിനാണ് കൂടുതൽ ഫോഴ്സ് വരിക. അതായത് ബ്ലഡ് നിലയ്ക്കാതെ വരും ചില സമയങ്ങളിലൊക്കെ, ചില വ്യക്തികൾക്ക് മാത്രം. ഇൻ കേസ് അങ്ങനെ വരുന്ന സമയമാണ് ഉണ്ട് എങ്കിൽ എന്താണ് ഡൈതേർമി മെഷീൻ യൂസ് ചെയ്യും. ഡൈതേർമി മെഷീന്റെ പ്രവർത്തനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂട് കൊടുക്കും. അപ്പൊ ആ ചൂട് കൊടുക്കുമ്പോൾ രക്തത്തിന്റെ ഈ ഫ്ലോ, അതായത് രക്തത്തിന്റെ ഒഴുക്കിന് ഒരു കൺട്രോൾ സ്ഥാപിക്കാൻ സാധിക്കും. കൺട്രോളിൽ ഒഴുക്ക് നിലനിർത്താനായിട്ട് സാധിക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. ഡൈതേർമി മെഷീൻ ടു കൺട്രോൾ ബ്ലീഡിങ് യൂഷ്വലി ഈസ് പ്രസന്റ്. അങ്ങനെ ആക്ച്വലി ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് എന്ത് ഡൈതേർമി മെഷീൻ. അത് അവിടെ ഉണ്ടായിരിക്കണം. If the surgery requires a lung machine or other specialized tools may be brought into the room. അതായത് സർജറിക്ക് ആവശ്യമായിട്ട് ഇനി സർജറി ആവശ്യപ്പെടുകയാണ്. ഇപ്പൊ സർജറി പറയുകയാണ് ചിലപ്പോ ഈ ഓപ്പറേഷന് വിധേയമാക്കുമോ, ഈ വ്യക്തിക്ക് ചിലപ്പോൾ ലങ്സ് ഈ പ്രോബ്ലംസ് അല്ലെ, നമുക്ക് ശ്വാസം മുട്ടുള്ള വ്യക്തിയാണ്, അങ്ങനെയൊക്കെ നേരത്തെ കുട്ടി അറിയാവുന്ന ഒരു പേഷ്യന്റിനെയാണ് എങ്കിൽ ഈ ഡോക്ടേഴ്സിന് നേരത്തെ അറിയാൻ പറ്റും ഇന്നിന്റെ പ്രോബ്ലംസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇന്നിന്റെ ടൂൾസ് ചിലപ്പോൾ ഓപ്പറേഷന്റെ സമയത്ത് ആവശ്യമായിട്ട് വരും. അതാണ് പറയുന്നത് ബേർട്ട് ലങ് മെഷീൻ ഓർ അത് സ്പെഷ്യലൈസ്ഡ് ടൂള്, എന്തെങ്കിലും വേറെ ഏതെങ്കിലും രോഗവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഉപകരണം അവിടെ ആവശ്യമായിട്ട് വരുമെന്ന് ഡോക്ടറിന് നേരത്തെ കുട്ടി അറിയാൻ പറ്റും. അപ്പൊ അത്തരത്തിലുള്ള മെഷീൻസും എന്താ ഓപ്പറേഷൻ റൂമിൽ ഉണ്ടായിരിക്കണം. The operating room will likely to be called to reduce the bacterial growth. നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ അവിടെ എന്തായിരിക്കണം, കൂൾ ആയിരിക്കണം, എന്തായിരിക്കണം എയർ കണ്ടീഷൻ ആയിരിക്കണം. എന്തുകൊണ്ടാണത് ബാക്ടീരിയൽ ഗ്രോത്ത്, ബാക്ടീരിയയുടെ ആ വളർച്ച ഉണ്ടാവണം റെഡ്യൂസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ എപ്പോഴും ആ ഒരു ഓപ്പറേഷൻ റൂം എന്ന് പറയുന്നത് കൂളായിട്ടിരിക്കണം എന്ന് പറഞ്ഞു. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ ഡിസ്കസ് ചെയ്തത്. ഇതും നിങ്ങൾക്ക് എന്തായാലും ഓപ്പറേഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത് നമ്മള് എന്താ നാച്ചുറലി ഒരു അറിയാവുന്ന ഒരു മേഖല ആയതുകൊണ്ട് തന്നെ ഇത് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇതില് ലാസ്റ്റില് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് നമ്മുടെ തെളിവുകള് ട്രേസ് ചെയ്യാനും ഇലുമിനേഷൻ മീൻസ് നമ്മൾ പ്രകാശം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ബ്രില്യന്റ് ഇലുമിനേഷൻ, നല്ല പ്രകാശം ഉണ്ടായിരുന്ന ബ്രില്യന്റ് ആയിട്ടുള്ള അല്ലെ പ്രകാശം അവിടെ ഉണ്ടായിരിക്കുക. വിത്തൗട്ട് വൈറ്റൽ സയൻസ് തന്നെ പ്രധാനപ്പെട്ട ഒരു സയൻസ് അല്ലെ. നമ്മൾക്കറിയാം ഇങ്ങനെ ചിലപ്പോ ആണെങ്കിൽ സൗണ്ട് എക്സ്പ്രസ് ചെയ്യും അല്ലെ, ഇങ്ങനെ ഹേർട്ട് ബീറ്റ് കുറഞ്ഞു പോവുകയാണെങ്കിൽ നമുക്കറിയാം പെട്ടെന്ന് നമ്മുടെ അലാറം അടിക്കുന്ന മാതിരി മോണിറ്റർ ഇങ്ങനെ ഉണ്ടാക്കും. നമുക്കറിയാം ടിക് 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 എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അല്ലെ, ആ സൈനാണ് ഉദ്ദേശിക്കുന്നത്. വൈറ്റൽ സയൻസ് തന്നെ പ്രധാനപ്പെട്ട സൈനുകൾ. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതില് നമ്മൾ പറഞ്ഞു എന്താണ് അത് റേസ് ചെയ്യാനൊക്കെ സാധിക്കാൻ നല്ല പ്രകാശം ഉണ്ടായിരിക്കണം, ഷാഡോ ഒന്നും വരാൻ പാടില്ല. പിന്നെ പ്രധാനപ്പെട്ട സൈനൊക്കെ നമുക്ക് മനസ്സിലാക്കത്തക്കത്തിലുള്ള മോണിറ്ററുമായിട്ട് ബന്ധിച്ചിരിക്കണം. പിന്നെ എന്താണ് അതിൽ പറഞ്ഞത് വെന്റിലേറ്റർ എല്ലാം സ്ഥാപിച്ചിരിക്കണം. അത് കൃത്യമായിട്ട് പ്ലേസ്മെന്റ് അല്ലെ ആ ഹെഡിനോട് ചേർന്ന് തന്നെ പ്ലേസ് ചെയ്തിരിക്കണം. പിന്നെന്താ പറഞ്ഞത് ജോമെട്രി ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് അതുമായി ബന്ധപ്പെട്ട വസ്തുക്കളാണ് അവിടെ ഉപയോഗിക്കാൻ പാടുള്ളൂ. പിന്നെ ഡയതേർമി മെഷീൻ നമ്മൾ പറഞ്ഞു. ഡയതേർമി മെഷീൻ എന്ന് പറയുന്നത് ബ്ലഡിന്റെ ഫ്ലോ അത് കൺട്രോൾ ചെയ്യുന്നതിന്റെ ഒഴുക്കിനെ ഒന്ന് നിയന്ത്രണത്തിന് വിധേയമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഷീനാണ് ഡയതേർമി മെഷീൻ എന്ന് പറയുന്നത്. പിന്നെന്താ പറയുന്നത് ഇപ്പൊ സർജറി കേസ് ലങ് മെഷീൻ എന്തെങ്കിലുമൊക്കെ ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുകയാണ് ഈ വ്യക്തിക്ക് ഓപ്പറേഷനെ വിധേയമാക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ വേണം, ചില എക്യുപ്മെന്റ്സിന്റെ ആവശ്യകതയുണ്ട്. അപ്പൊ അങ്ങനെ നിർദ്ദേശിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ടൂൾസുകൾ അത്തരത്തിലുള്ള ഉപകരണങ്ങളെല്ലാം മസ്റ്റായിട്ട് അവിടെ കീപ്പ് ചെയ്ത് സൂക്ഷിച്ചിരിക്കണം. ലാസ്റ്റ് വേണ്ടത് ഓപ്പറേറ്റിംഗ് റൂം വിൽ ബി ലൈക്ക് എപ്പോഴും കൂളായിട്ടുള്ള ഒരു പ്ലേസ് ആയിരിക്കണം. കാരണം നമുക്കത് ആ പ്ലേസിൽ നമ്മൾ ബാക്ടീരിയ ഒന്നും വളർച്ച പ്രാപിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള കണ്ടീഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്. സൗകര്യം ഒരുക്കുന്നുണ്ട്. ഓക്കെ, ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും നിങ്ങൾക്ക് ഡിസ്കഷൻ വേണമെങ്കിൽ ചോദിക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ. ഓക്കെ, ഞാൻ 2-3 പ്രാവശ്യം വിവരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നാണ് തോന്നുന്നത്. മലയാളമാണെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയല്ലേ ഞാൻ പറഞ്ഞു പോകുന്നത്. കട്ടിയുള്ള മലയാളം വേർഡ്സ് ആണോ ഞാൻ ഉപയോഗിക്കുന്നത്? മനസ്സിലായി പോകുന്നില്ലേ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന്. ഓക്കെ,
അപ്പോ നിങ്ങൾ അത്യാവശ്യം ഞാൻ 1-2 പ്രാവശ്യം പറയുന്നത് കൊണ്ട് പെട്ടെന്ന് ചിലർക്ക് ഈ വേർഡ്സ് പുതിയ നഴ്സിംഗ് ഫീൽഡിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലൈസിലൊക്കെ അല്ലെ അത്തരത്തിലുള്ള പദങ്ങൾ എന്ന് പറഞ്ഞാൽ പുതിയ മെഷീൻസിന്റെ ഒക്കെ പേര് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. അപ്പൊ മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ്. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോ ഇപ്പോഴും ഡൗട്ട് ചോദിക്കാനായിട്ട് ക്ലിയർ ചെയ്യാനുള്ള സമയം തന്നെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇന്ന് ഞാൻ എടുത്തത് എന്താ, ഓപ്പറേഷൻ തിയേറ്ററിലെ 2 പേജസ് ആണ് ഞാൻ എടുത്തത്. ഓപ്പറേഷൻ റൂമിന്റെ ഹോസ്പിറ്റലിൽ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യം, അവിടുത്തെ എൻവയൺമെന്റ്, അവിടുത്തെ സ്റ്റാഫുകളുടെ കാര്യം, പിന്നെന്താണ് വീണ്ടും അവിടുത്തെ നയങ്ങളുടെ കുറച്ച് നയങ്ങളുടെ കാര്യം പറഞ്ഞു. പിന്നെ വീണ്ടും അവിടെ റൂം എങ്ങനെയൊക്കെയുള്ള റൂമായിരിക്കണം, അവിടെ എന്തൊക്കെയാണ് ഇൻഡസ്ട്രിയിൽ എന്തൊക്കെ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ഓക്കെ, ഡയതെർമിൻ മെഷീൻ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഡയതെർമിൻ മെഷീൻ എന്ന് പറയുന്നത് നമ്മളുടെ ബ്ലീഡിങ് ഇപ്പൊ നമുക്കറിയാം, ഓപ്പറേഷൻ സിസേറിയനൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ എന്താ ചിലപ്പോൾ ബ്ലഡ് ഫ്ലോ അത് നിലയ്ക്കാതെ ഇരിക്കും, അതായത് ഭയങ്കര ബ്ലീഡിങ് ആയിരിക്കും. അങ്ങനത്തെ ഉള്ള ടൈം ചിലർക്ക് മാത്രം ഉണ്ടോ, ചില പേഷ്യൻസിന് അങ്ങനെ പ്രശ്നം ഉണ്ടാവില്ല. ചില പേഷ്യൻസിന് എന്താണ് ബ്ലീഡിങ് അത് ഭയങ്കര ഫ്ലോ ആയിരിക്കും, ഒഴുക്കായിരിക്കും. അങ്ങനെ വരുമ്പോൾ എന്താണ് ഒബ്സർവേഷനൊക്കെ വിധേയമാക്കുമ്പോഴും അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ആ ടൈമിൽ മറ്റേ ബ്ലീഡിങ് ഉണ്ടായെങ്കിൽ എന്താണ് അവർ ഇത്തരത്തിലുള്ള മെഷീൻ യൂസ് ചെയ്യും. അതായത് ഈ മെഷീന്റെ പ്രത്യേകത അനുസരിച്ച് ഒരു നിശ്ചിത അളവില് ചൂട് ഞരമ്പിലേക്ക് കൊടുത്തുവിട്ടിട്ട് ആ ബ്ലഡിന്റെ ഫ്ലോ ഒഴുക്ക് അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മെഷീൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഡയതെർമിൻ മെഷീൻ എന്ന് പറയുന്ന അടുത്ത ക്ലാസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നെക്സ്റ്റ് ഡേ അല്ലെ, നെക്സ്റ്റ് ഡേയില് നമുക്ക് അടുത്ത ക്ലാസ്സില് നമുക്ക് ഇതിന്റെ കണ്ടിന്യൂഷൻ നടത്താം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകള്? എന്റെ പേര് തന്നെയാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ക്ലിയർ ആണെന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ക്ലോസ് ചെയ്യാം. ഓക്കെ, ബൈ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ. Thank you, ma'am. Thank you. Thank you, ma'am. Thank you.